So we have started the chapter photosynthesis, right? നമ്മളത് സ്റ്റാർട്ട് ചെയ്തിരുന്നു. നമ്മളതിൽ കുറച്ച് സയന്റിസ്റ്റുമാരുടെ കാര്യങ്ങളും പിന്നെന്താണ് what else we have done. നമ്മൾ എന്തൊക്കെ കണ്ട പിന്നെ പിഗ്മെന്റ്സും കണ്ടു അല്ലേ? Which is the chief pigment? Can you tell me which is the chief pigment? Chief pigment ഏതാ? ക്ലോറോഫിൽ അല്ലേ? ക്ലോറോഫിൽ അല്ലേ ചീഫ് പിഗ്മെന്റ് എന്ന് പറയുന്നത്? ഓക്കെ, ബാക്കിയുള്ള മൂന്ന് പേരെ നമ്മൾ വിളിച്ചിരുന്ന പേര് accessory pigments ആണ്. So chlorophyll A is going to be the chief pigment for photosynthesis, while rest of the other pigments are going to be the accessory pigments. Accessory pigments ആണ്. ഇനി പറയുന്നത് ശ്രദ്ധിക്കുക കേട്ടോ. In the sense നമ്മൾ ആക്ച്വലി എന്താണ് ചെയ്യാൻ പോകുന്നതെന്ന് കുറച്ച് കെമിക്കൽ റിയാക്ഷൻസ് പറയുമ്പോൾ, റിയാക്ഷൻസ് അല്ല കുറച്ച് സൈക്കിൾസ് പറയുമ്പോൾ നിങ്ങൾക്ക് അത് ബുദ്ധിമുട്ടായിട്ട് തോന്നരുത്. അതിന് വേണ്ടിയിട്ടാണ് പറയുന്നത്. നമ്മൾ എന്താ ചെയ്യാൻ പോകുന്നതെന്ന് പറയാം. നമുക്കൊരു അറിയാവുന്ന ഒരു ബേസിക് ഇക്വേഷൻ ഉണ്ട്, വാട്ട് ഇസ് ഫോട്ടോസിന്തസിസ് എന്നുള്ളത്. കാർബൺ ഡൈ ഓക്സൈഡ്, വാട്ടർ, പിന്നെ എന്തൊക്കെയാണ്, ലൈറ്റ് അബ്സോർബ് ചെയ്യുന്നു ആൻഡ് ദെൻ വി ഗെറ്റ് ദി ഷുഗർ. നമുക്ക് കാർബോഹൈഡ്രേറ്റ് എന്ന് പറയാം. ഓക്കെ, കാർബോഹൈഡ്രേറ്റ് എന്ന് പറയാം. സോ കാർബോഹൈഡ്രേറ്റ് അല്ലെങ്കിൽ ഷുഗർ പ്രൊഡ്യൂസ് ചെയ്യുന്നു ആൻഡ് ആസ് എ ബൈ പ്രൊഡക്റ്റ് വി ഓൾസോ ഗെറ്റ് വാട്ട്, ഓക്സിജനും കിട്ടുന്നു അല്ലെ? ഇതാണ് നമ്മുടെ റിയാക്ഷൻ, അല്ലെങ്കിൽ ദ ഹോൾ ഫോട്ടോസിന്തസിസ് നമുക്ക് ഇങ്ങനെ പറയാം. പക്ഷെ ഇതൊരു സിംഗിൾ സ്റ്റെപ്പ് റിയാക്ഷൻ അല്ല. ഫോട്ടോസിന്തസിസ് എന്ന് പറയുന്നത് രണ്ട് ഇവന്റ്സ് നടക്കുന്നുണ്ട്. ഈ രണ്ട് ഇവന്റിലും ഒരു സീരീസ് ഓഫ് റിയാക്ഷൻസും കാണുന്നുണ്ട്. ഓക്കെ, രണ്ട് ഇവന്റുകൾ എന്ന് പറയുന്നത് ഒന്ന് ലൈറ്റ് റിയാക്ഷനും, ഇപ്പൊ ഇവിടെ കിടക്കുന്ന ഹെഡിങ്, ഒന്ന് ലൈറ്റ് റിയാക്ഷനും, മറ്റേത് ഇനി രണ്ടാമത് വരുന്ന മെയിൻ ഇവന്റ് എന്ന് പറയുന്നത് ഡാർക്ക് റിയാക്ഷനുമാണ്. ലൈറ്റും ഡാർക്കും. ഒരാള് ലൈറ്റിന് ഡയറക്റ്റ് ആയിട്ട് ഡിപ്പെൻഡന്റ് ആണ്, മറ്റേ അദ്ദേഹം ലൈറ്റ് ഡയറക്ട്ലി ഡിപ്പെൻഡന്റ് അല്ലെങ്കിലും ലൈറ്റ് ഇല്ലെങ്കിൽ ഒരുപാട് കാലം ഒന്നും അതും മുന്നോട്ട് പോവില്ല. ഓക്കെ, സോ ഫസ്റ്റ് നമ്മൾ കാണാൻ പോകുന്നത് ലൈറ്റ് റിയാക്ഷൻ ആണ്. ലൈറ്റ് റിയാക്ഷനെ ഫോട്ടോ കെമിക്കൽ ഫേസ് എന്നും പറയാം. ഫോട്ടോ കെമിക്കൽ ഫേസ് എന്നും പറയാം. ഓക്കെ, ഇവിടെ നടക്കാൻ പോകുന്നത് ബേസിക് ആയിട്ട് എന്താന്ന് പറഞ്ഞുതരാം. ലൈറ്റ് അബ്സോർബ് ചെയ്യലാണ് ഇവിടെ നടക്കുന്നത്. ലൈറ്റ് റിയാക്ഷനിൽ മെയിൻ ആയിട്ട് ചെയ്യുന്നത് ലൈറ്റ് അബ്സോർബ് ചെയ്യുക, സൺലൈറ്റ് അബ്സോർബ് ചെയ്യുക എന്നുള്ളതാണ്. നമുക്കറിയാം സൺലൈറ്റിനെ മെയിൻ ആയിട്ട് നമ്മൾ എന്താണ് ഫോട്ടോസിന്തസിസ് നടക്കുന്ന പ്ലാന്റ് പാർട്ട് എന്ന് പറയുന്നത് നമ്മൾ ഗ്രീൻ ലീവ്സിനെയാണ് പറയുന്നത്. ഗ്രീൻ ലീവ്സിൽ എന്താണ് നമ്മൾ അനാട്ടമി പഠിച്ചിട്ടുണ്ടാവും, മീസോഫിൽ സെൽസ് ഉണ്ടെന്ന് പഠിച്ചിട്ടുണ്ടാവും അല്ലെ? ആ മീസോഫിൽ സെൽസിൽ ക്ലോറോപ്ലാസ്റ്റ് ഉണ്ടെന്ന് പഠിച്ചിട്ടുണ്ടാവും. ആ ക്ലോറോപ്ലാസ്റ്റിന്റെ സ്ട്രക്ചറും നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഓക്കെ, ഞാൻ ക്ലോറോപ്ലാസ്റ്റിന്റെ സ്ട്രക്ചർ ഒന്ന് കാണിച്ചു തരാം. ഇതാണ് ക്ലോറോപ്ലാസ്റ്റിന്റെ സ്ട്രക്ചർ. ഈ സ്ട്രക്ചറിൽ എന്തൊക്കെ പഠിച്ചിട്ടുണ്ട് ഓർമ്മയുണ്ടോ? മെയിൻ ആയിട്ട് നമുക്ക് ഇപ്പൊ ആവശ്യം വരാൻ പോകുന്ന ആൾക്കാർ ഒന്ന് തൈലക്കോയിഡ് ആണ്. തൈലക്കോയിഡ് എന്താണെന്ന് പറഞ്ഞു തരുമോ? വാട്ട് ഇസ് തൈലക്കോയിഡ്? ഈ ഉള്ളിൽ കാണുന്ന ഓരോരോ കോയിൻസിനെ അല്ലേ നമ്മൾ തൈലക്കോയിഡ് എന്ന് പറയുന്നത്? am I right? ഈ തൈലക്കോയിഡിന്റെ മെംബ്രെയിനിലാണ് നമ്മുടെ ആദ്യത്തെ സെറ്റ് ഓഫ് റിയാക്ഷൻസ്, അതായത് എന്ത് നടക്കാൻ പോകുന്നത്? ലൈറ്റ് റിയാക്ഷൻസ് നടക്കാൻ പോകുന്നത്. ഈ തൈലക്കോയിഡ് മെംബ്രെയിൻസിൽ. ഓക്കെ, ഈ തൈലക്കോയിഡ് മെംബ്രെയിൻസിലാണ് ഫസ്റ്റ്. ഇതിൽ ഓരോ കോയിനുമാണ് തൈലക്കോയിഡ് കേട്ടോ. അവിടെയാണ് ലൈറ്റ് റിയാക്ഷൻ നടക്കാൻ പോകുന്നത്. ഇനി ഡാർക്ക് റിയാക്ഷൻ നടക്കാൻ പോകുന്നത് ഈ മാട്രിക്സിലാണ്. മാട്രിക്സ് ഇൻ ദ സെൻസ് ഈ സ്ട്രോമയിലാണ്. ഡാർക്ക് റിയാക്ഷൻസ് നടക്കാൻ പോകുന്നത് സ്ട്രോമയിലാണ്. അതൊരു ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. ലൈറ്റിന് വേണ്ട കാര്യങ്ങളൊക്കെ ഇരിക്കുന്നത് തൈലക്കോയിഡിന്റെ മെംബ്രെയിനിലാണെങ്കിൽ ഡാർക്ക് നടക്കാൻ വേണ്ട എൻസൈംസ് ഒക്കെ ഇരിക്കുന്നത് സ്ട്രോമയിലാണ്. സോ അക്കോർഡിംഗ്ലി അവിടെ ആ ലേബർ അങ്ങനെ ഡിവൈഡ് ചെയ്ത് കൊടുത്തിരിക്കുകയാണ്. ഒരാൾ ലൈറ്റ് റിയാക്ഷൻ ചെയ്യൂ, ഞങ്ങൾ ഡാർക്ക് റിയാക്ഷൻ ചെയ്യാം. ക്ലിയർ ആണോ? ഓക്കെ ആണോ? ഓക്കെ, ഇനി അടുത്തത് ലൈറ്റ് അബ്സോർബ് ചെയ്യലാണ് മെയിൻ എന്ന് പറഞ്ഞു. ലൈറ്റ് അബ്സോർബ് ചെയ്യുവാണെങ്കിൽ ക്ലോറോഫിലിന്റെ അല്ലെങ്കിൽ നമ്മുടെ പിഗ്മെന്റ്സിന്റെ മെയിൻ ജോലി വരാൻ പോകുന്നത് ഈ ഫേസിലായിരിക്കും. കാരണം അവര് വേണം ലൈറ്റ് അബ്സോർബ് ചെയ്യാൻ. ഓക്കെ, ഇനി ലൈറ്റ് എനർജി അബ്സോർബ് ചെയ്ത് അതിനെ വേറൊരു ഫോമിലോട്ടാക്കി മാറ്റാം. നമ്മുടെ ബോഡിയിലത്തെ എനർജി കറൻസി ഏതാ? വേഗം പറഞ്ഞേ. നമ്മുടെ ബോഡിയിലെ എനർജി കറൻസി ATP അല്ലേ? ഈ ലൈറ്റ് എനർജീനെ യൂസ് ചെയ്ത് വേറെ കെമിക്കൽ എനർജി ഉള്ള, അല്ലെങ്കിൽ എനർജീനെ നമുക്ക് ഒരു ഫോമിൽ നിന്ന് വേറൊരു ഫോമിലോട്ട് മാറ്റാനല്ലേ പറ്റുള്ളൂ. അപ്പൊ ലൈറ്റ് എനർജി അബ്സോർബ് ചെയ്ത് വേറെ നമ്മുടെ ബോഡിയിലത്തെ ഒരു ഹൈ എനർജി കെമിക്കൽസ് ആക്കി മാറ്റുക. അതിലൊന്നാണ് ATP, രണ്ടാമത്തെ ആളാണ് NADPH. ഇത് രണ്ടും ഉണ്ടാക്കലാണ് ലൈറ്റ് റിയാക്ഷനിൽ ചെയ്യുന്നത്. അപ്പൊ ലൈറ്റ് റിയാക്ഷനിൽ നടക്കുന്ന മെയിൻ കാര്യം ലൈറ്റ് അബ്സോർബ് ചെയ്യുക എന്നുള്ളതാണ്. ആ ലൈറ്റ് അബ്സോർബ് ചെയ്ത്
ആ എനർജീനെ വേറൊരു ഫോമിലോട്ടാക്കി മാറ്റും. ഏതൊക്കെ രണ്ട് ഫോമിലോട്ടാണ് മാറ്റുന്നത്? ATPയും NADPHും. ഈ NADPHനെ ശ്രദ്ധിക്കാം, NADPH. ഇനി നെക്സ്റ്റ് ചാപ്റ്റർ ആണ് റെസ്പിറേഷൻ ഇൻ പ്ലാന്റ്സ്. അവിടെ NADH പറയും, അവിടെ NADPH അല്ല പറയാ, NADH പറയും. നിക്കോട്ടിനമൈഡ്, അഡിനിൻ ഡൈന്യൂക്ലിയോടൈഡ് ഫോസ്ഫേറ്റ് എന്നൊക്കെയാണ് അതിന്റെ ഫുൾ ഫോം. നിങ്ങളിപ്പോ തൽക്കാലം ഞാനിപ്പോ അത് നീട്ടി വലിച്ച് പറയാൻ നിൽക്കുന്നില്ല. ATP, NADPH രണ്ടുപേരും ഹൈ എനർജി കെമിക്കൽ ഇന്റർമീഡിയറ്റ്സ് ആണ്. ഓക്കെ ആണോ? ഇപ്പൊ ലൈറ്റ് അബ്സോർബ് ചെയ്യുന്നു, പിന്നെ കാർബൺ എന്താണ് റെസ്പിറേഷനില് ഫോട്ടോസിന്തസിസിൽ വാട്ടർ ആവശ്യമാണെന്ന് പറയുന്നുണ്ട്. ഈ വാട്ടറിന്റെ യൂസ് ഇവിടെ വരുന്നുണ്ട്. വാട്ടർ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അതിൽ നിന്ന് റിലീസ് ആവുന്ന ആളാണ് എന്ത്? ഓക്സിജൻ എന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. സോ ഓക്സിജന്റെ റിലീസും ലൈറ്റ് റിയാക്ഷനിലാണ് നടക്കുന്നത്. ഇത്രയും കാര്യങ്ങൾ ലൈറ്റ് റിയാക്ഷനിൽ നടക്കുന്നുണ്ട്. അപ്പൊ നമ്മൾ ലൈറ്റ് റിയാക്ഷനിൽ പറയുന്നത് ലൈറ്റ് അബ്സോർപ്ഷൻ, നമ്മൾ ഫോട്ടോസിന്തസിസിന് ലൈറ്റ് ആവശ്യമാണെന്ന് പറയുന്നുണ്ട്, ആ ലൈറ്റ് അബ്സോർപ്ഷൻ നടക്കുന്നുണ്ട്. വാട്ടർ ആവശ്യമാണെന്ന് പറയുന്നുണ്ട്, ആ വാട്ടർ യൂസ് ചെയ്യുന്നുണ്ട്, വാട്ടർ സ്പ്ലിറ്റ് ആവുന്നുണ്ട്. ഫോട്ടോസിന്തസിസ് നടക്കുമ്പോൾ ഓക്സിജൻ റിലീസ് ആവണമെന്ന് നമ്മൾ പഠിക്കുന്നുണ്ട്, ആ ഓക്സിജൻ റിലീസ് ചെയ്യുന്നതും ഈ ഫേസിലാണ്. പിന്നെ നടക്കുന്ന ഒരു മേജർ റിയാക്ഷൻ ആണ് ഈ ലൈറ്റിനെ അല്ലെങ്കിൽ ലൈറ്റ് എനർജീനെ ഒരു കെമിക്കൽ ഫോമിലോട്ടാക്കി മാറ്റാണ് ATPയും NADPHും. ഇത്രയും കാര്യങ്ങൾ ലൈറ്റ് റിയാക്ഷനിൽ നടക്കും. ഇനിയോ ഡാർക്ക് റിയാക്ഷനിൽ അപ്പൊ എന്തായിരിക്കും? ഇപ്പോഴും മെയിൻ ഉദ്ദേശം നടന്നിട്ടില്ല. നമ്മുടെ മെയിൻ അല്ലെങ്കിൽ ഗ്രീൻ പ്ലാന്റ്സ് മെയിൻ ആയിട്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? കാർബോഹൈഡ്രേറ്റ് ഉണ്ടാക്കുക എന്ന് പറഞ്ഞതാണ്. അത് ഇവിടെ നടന്നിട്ടില്ല. സോ ഡാർക്ക് റിയാക്ഷൻ ആണ് എന്ത് നടക്കുന്നത്? ദ ആക്ച്വൽ ബയോസിന്തസിസ് നടക്കാൻ പോകുന്നത്, ആക്ച്വൽ സിന്തറ്റിക് പ്രോസസ് നടക്കാൻ പോകുന്നത്, സിന്തസിസ് പ്രോസസ് നടക്കാൻ പോകുന്നത് ഡാർക്ക് റിയാക്ഷനിലാണ്. ഇപ്പൊ എന്തുണ്ടാകുന്നുണ്ടോ ഒന്ന് ആലോചിച്ച് നോക്കിയേ. അവിടെയാണ് ശരിക്കും പറയുവാണെങ്കിൽ ഈ കാർബൺ ഡൈ ഓക്സൈഡ് റെഡ്യൂസ് ചെയ്ത് കാർബോഹൈഡ്രേറ്റ് ആയിട്ട് മാറുന്നത്. കാർബൺ ഡൈ ഓക്സൈഡ് എന്തായിട്ട് മാറുന്നത്? കാർബോഹൈഡ്രേറ്റ് ആയിട്ട് മാറുന്നത്. ഈ റിയാക്ഷൻ എനർജി ആവശ്യമാണ്. ഈ റിയാക്ഷൻ നടക്കണമെങ്കിൽ എനർജി വേണം. ആ എനർജിയാണ് നമ്മൾ ലൈറ്റ് റിയാക്ഷൻ വഴി ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. കണ്ടോ? ATP NADPH കണ്ടോ? നമ്മൾ ലൈറ്റ് എനർജീനെ നമ്മുടെ ആവശ്യത്തിന് വേണ്ടി, നമ്മൾ ഞാൻ ഉദ്ദേശിക്കുന്നത് ഗ്രീൻ പ്ലാന്റ്സിനെയാണ്, ഒരു കെമിക്കൽ ഫോമിലോട്ടാക്കി മാറ്റി ATP NADPH. ഇനി ആ ATPയും ആ NADPHും യൂസ് ചെയ്ത് കാർബോഹൈഡ്രേറ്റ് ഉണ്ടാക്കുന്നതാണ് നെക്സ്റ്റ് ഇവന്റ് ഓഫ് റിയാക്ഷൻസ്, ആൻഡ് ദാറ്റ് ഇസ് ദി ഡാർക്ക് റിയാക്ഷൻ. ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആണോ? ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആണോ? ഓക്കെ. അപ്പൊ ലൈറ്റ് എന്താണ്, ഡാർക്ക് എന്താണെന്നുള്ളതിന്റെ ഒരു ഏകദേശം ഐഡിയ കിട്ടി. ഓക്കെ. ആദ്യത്തേല് നമ്മൾ എല്ലാം ഉപയോഗിച്ചു, കാർബോഹൈഡ്രേറ്റ് ഉണ്ടാക്കിയില്ല, ബാക്കി എനർജി ഒക്കെ ഉണ്ടാക്കി വെച്ചു. പൈസയൊക്കെ ഉണ്ടാക്കി വെച്ചു. അടുത്തതിലാണ് നമ്മൾ ഇനി ആ പൈസ സ്പെൻഡ് ചെയ്യാൻ പോകുന്നത്. ഇവിടെ പൈസ എന്ന് ഞാൻ ഉദ്ദേശിച്ചത് ATPനും NADPHനെയാണ്. ക്ലിയർ? ഓക്കെ. ഇനി അടുത്തത് ലൈറ്റ് റിയാക്ഷൻ കേട്ടോ. ശ്രദ്ധിക്കാം, ലൈറ്റ് റിയാക്ഷൻ രണ്ട് രീതിയിൽ നടക്കും. ലൈറ്റ് റിയാക്ഷൻ ഈ ലൈറ്റ് അബ്സോർബ് ചെയ്ത് ATPയും NADPHും ഉണ്ടാക്കുക എന്നുള്ളത് രണ്ട് രീതിയിലുണ്ട്. സൈക്ലിക് ആയിട്ടും നടക്കും, നോൺ സൈക്ലിക് ആയിട്ട് നടക്കും. രണ്ടും ഇൻഡിവിജ്വലി പറഞ്ഞുതരാം, സൈക്ലിക്കും നോൺ സൈക്ലിക്കും. നമ്മൾ ലൈറ്റ് റിയാക്ഷനെ കുറിച്ചിട്ടാണ് പറയുന്നത്. ഡാർക്ക് റിയാക്ഷൻ അവിടെ ഇരിക്കട്ടെ, മൈൻഡ് ചെയ്യണ്ട, ഇപ്പൊ പിന്നെ എടുക്കാം. ഓക്കെ. ഇനി ലൈറ്റ് അബ്സോർബ് ചെയ്യുക എന്ന് പറയുന്നത് ഇതിലത്തെ ഒരു വലിയ ഇവന്റ് ആണെന്ന് പറഞ്ഞു. ലൈറ്റ് അബ്സോർബ് ചെയ്യുക എന്നുള്ളത്, ലൈറ്റ് അബ്സോർബ് ചെയ്യണമെങ്കിൽ പിഗ്മെന്റ്സ് വേണം, പിഗ്മെന്റുകൾ വേണം. ഓക്കെ. ഇപ്പൊ തൈലക്കോയിഡ് മെംബ്രെയിനില് അല്ലെങ്കിൽ നമ്മുടെ ക്ലോറോപ്ലാസ്റ്റില് ഈ പിഗ്മെന്റുകളെല്ലാം കൂടി ഒരു കോംപ്ലക്സ് ആയിട്ട് ഇരിക്കുന്നുണ്ടാവുക, ഒരു കോംപ്ലക്സ് ആയിട്ട്. ഓക്കെ. ആ കോംപ്ലക്സിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ലൈറ്റ് ഹാർവെസ്റ്റിംഗ് കോംപ്ലക്സ്. ക്യാൻ യു സീ ദിസ്? ഈ പിക്ചറിന്റെ അടിയിൽ എഴുതിയിരിക്കുന്ന നോക്കിയൊക്കെ, ലൈറ്റ് ഹാർവെസ്റ്റിംഗ് കോംപ്ലക്സ്. ഡെഫിനിഷൻ നോക്കാം. The pigments are organized into two discrete photochemical light harvesting complex. Pigments ഇങ്ങനെ ഗ്രൂപ്പ് ആയിട്ടായിരിക്കും ഇരിക്കുന്നുണ്ടാവുക. അതിനാണ് ലൈറ്റ് ഹാർവെസ്റ്റിംഗ് കോംപ്ലക്സ് എന്ന് പറയാം. ഇനി അവിടെയുള്ള ആ സിസ്റ്റത്തിന് പറയുന്ന പേര് ഇതുപോലെ തന്നെ. നിങ്ങൾ വലിയ കാര്യമായിട്ട് ഡെഫിനിഷൻ നോക്കി തല പോക്കാൻ നിൽക്കണ്ട. എന്താണ് ഇത്രയും ആലോചിച്ച് വെക്കുക. ഈ കോംപ്ലക്സുകൾ ലൈറ്റ് ഹാർവെസ്റ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ ലൈറ്റ് അബ്സോർബ് ചെയ്യുന്ന പിഗ്മെന്റുകളൊക്കെ കൂടി ഒരു കോംപ്ലക്സ് ആയിട്ട് നിൽക്കുവാണ്. നമ്മൾ അതിനെ ലൈറ്റ് ഹാർവെസ്റ്റിംഗ് കോംപ്ലക്സ് എന്ന് പറയും. അതുപോലെ തന്നെ വേറൊരു ടേംസ് നമ്മൾ ഇവിടെ യൂസ് ചെയ്യുന്നതാണ് ഫോട്ടോ സിസ്റ്റം 1ഉം ഫോട്ടോ സിസ്റ്റം 2ഉം. ഫോട്ടോ സിസ്റ്റം ആ ലൈറ്റ് അബ്സോർബ് ചെയ്യുന്ന കോംപ്ലക്സുകളൊക്കെ തന്നെയാണ് ഇതിലുള്ളത്, ഫോട്ടോ സിസ്റ്റം എന്ന് പറയുന്നത്. അത് രണ്ടെണ്ണം ഉണ്ട്, 1ഉം ഉണ്ട് 2ഉം ഉണ്ട്. ഈ 1 എന്നും 2 എന്നും നമ്പർ ഇട്ടിരിക്കുന്നത് അവരുടെ ഡിസ്കവറിയുടെ ഓർഡറിലാണ്. ഓക്കെ. ഫോട്ടോ സിസ്റ്റം 1 എന്ന് പറയുന്നതും 2 എന്ന് പറയും. ഈ 1, 2 നമ്പേഴ്സ് ഇട്ടിരിക്കുന്നത് അവരുടെ ഡിസ്കവറിയുടെ ഓർഡറിലാണ്. അല്ലാതെ അവര് റിയാക്ഷൻസിൽ ആരാദ്യം വരുന്നു എന്ന് നോക്കിയിട്ടല്ല. ഇറ്റ്സ് നെയിംഡ് അക്കോർഡിംഗ് ടു ദ ഡിസ്കവറി. ഇനി
ഫോട്ടോ സിസ്റ്റത്തിൽ എന്താണ് ഉള്ളതെന്ന് നോക്കാം. ഫോട്ടോ സിസ്റ്റത്തില് ആന്റിന എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പ് ഉണ്ട്. ഫോട്ടോ സിസ്റ്റത്തില് ആന്റിന എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പ് ഉണ്ട്. ആന്റിന എന്താ നോക്കാം. ഈച്ച് ഫോട്ടോ സിസ്റ്റം has all the pigments except one molecule of chlorophyll A, forming a light harvesting system called antennae. ലൈറ്റ് ഹാർവെസ്റ്റിംഗ് കോംപ്ലക്സ് എന്ന് പറഞ്ഞാൽ ഈ എല്ലാ പിഗ്മെന്റ്സും പിന്നെ കുറച്ച് പ്രോട്ടീനും ഒക്കെ കൂടിയിട്ടാണ് ലൈറ്റ് ഹാർവെസ്റ്റിംഗ് കോംപ്ലക്സ്. അങ്ങനെ രണ്ട് ഫോട്ടോ സിസ്റ്റംസ് ആണ് ഇവർക്കുള്ളത്, 1 ഉം 2 ഉം. ഓരോ ഫോട്ടോ സിസ്റ്റത്തിൽ നോക്കുവാണെങ്കിൽ ആന്റിനെ എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പും ഉണ്ട്, റിയാക്ഷൻ സെന്റർ എന്ന് പറയുന്ന വേറൊരു ഗ്രൂപ്പും ഉണ്ട്. അതായത് ഫോട്ടോ സിസ്റ്റത്തിൽ നോക്കുവാണെങ്കിൽ ആന്റിന എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പും ഉണ്ട്, റിയാക്ഷൻ സെന്റർ എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പും ഉണ്ട്. ഇതിൽ ആന്റിന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ആന്റിനയുടെ മെയിൻ ഫംഗ്ഷൻ നമ്മൾ എന്താ പറയാ, എല്ലായിടത്തുനിന്നും സിഗ്നൽ പിടിച്ചെടുക്കുക എന്നുള്ള രീതിയിലല്ല. ഇതുപോലെ തന്നെ ഇവരെന്താ ചെയ്യുന്നത്, ആന്റിന എന്ന് പറയുന്ന ആൾക്കാർ എന്താ ചെയ്യുന്നത്, പല പല വേവ് ലെങ്തിലുള്ള ലൈറ്റുകളെ അബ്സോർബ് ചെയ്ത് എടുക്കും. എന്നിട്ട് ആർക്ക് കൊടുക്കും, റിയാക്ഷൻ സെന്ററിലോട്ട് കൊടുക്കും. ഓക്കെ, ആന്റിന എന്ന് പറയുന്ന ആള്. സോ ഫോട്ടോ സിസ്റ്റത്തില് പിഗ്മെന്റ്സ് രണ്ട് ഗ്രൂപ്പ് ആയിട്ടാണ് പറയുന്നത്. ആന്റിന എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പും റിയാക്ഷൻ സെന്റർ എന്ന് പറയുന്ന വേറൊരു ഗ്രൂപ്പും. ഇതില് റിയാക്ഷൻ സെന്ററിൽ എന്താണുള്ളതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഒരു ചീഫ് പിഗ്മെന്റ് ഇരിപ്പുണ്ട്. ഒരു ക്ലോറോഫിൽ എ മോളിക്യൂൾ ആണ് റിയാക്ഷൻ സെന്റർ ആയിട്ട് ഇവിടെ വർക്ക് ചെയ്യുന്നത്, ചീഫ് പിഗ്മെന്റ്. ഈ ക്ലോറോഫിൽ എ ഒഴികെയുള്ള ബാക്കി എല്ലാവരെയും കൂടിയിട്ടാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, ആന്റിന എന്ന് വിളിക്കുന്നത്. സോ ഈച്ച് ഫോട്ടോ സിസ്റ്റം ഹാസ് ഓൾ ദ പിഗ്മെന്റ്സ് എക്സെപ്റ്റ് വൺ മോളിക്യൂൾ ഓഫ് ക്ലോറോഫിൽ എ. അതിനെയാണ് ആന്റിന എന്ന് വിളിക്കുന്നത്. സിംഗിൾ ക്ലോറോഫിൽ മോളിക്യൂൾ ഫോംസ് ദി റിയാക്ഷൻ സെന്റർ. രണ്ട് ഫോട്ടോ സിസ്റ്റത്തിലെയും രണ്ട് ഫോട്ടോ സിസ്റ്റം ഉണ്ടെന്ന് പറയും, PS1 ഉം PS2 ഉം. PS1 എന്ന് പറയുന്ന ഫോട്ടോ സിസ്റ്റത്തിനുണ്ട് ഒരു റിയാക്ഷൻ സെന്റർ. അവിടെയുള്ള ക്ലോറോഫിൽ എ അബ്സോർബ് ചെയ്യുന്നത് 700 നാനോമീറ്റർ വേവ് ലെങ്തിലാണ്. ഇൻ PS1 the reaction center chlorophyll A has an absorption peak at 700 nanometer. 700 nanometer വേവ് ലെങ്ത് റെഡ് ലൈറ്റിനെയാണ് അത് അബ്സോർബ് ചെയ്യുന്നത്. PS2 എന്ന് പറയുന്നത് 680 നാനോമീറ്ററിനെയാണ് അബ്സോർബ് ചെയ്യുന്നത്. പിഗ്മെന്റുകൾ എന്ന് പറഞ്ഞാൽ ലൈറ്റ് അബ്സോർബ് ചെയ്യുന്ന മോളിക്യൂൾസ് ആണ്. നമ്മുടെ ഫോട്ടോ സിസ്റ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നുമില്ല, അതിൽ കുറെ ലൈറ്റ് ഹാർവെസ്റ്റിംഗ് കോംപ്ലക്സ് ആണുള്ളത്, ലൈറ്റ് അബ്സോർബ് ചെയ്യുന്ന പിഗ്മെന്റുകൾ. ഓരോ ഫോട്ടോ സിസ്റ്റം എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അതിനൊരു റിയാക്ഷൻ സെന്റർ ഉണ്ട്. ഒരു ക്ലോറോഫിൽ എ മോളിക്യൂളിനെയാണ് ഈ പറയുന്ന റിയാക്ഷൻ സെന്റർ എന്ന് പറയുന്നത്. ഈ രണ്ട് ഫോട്ടോ സിസ്റ്റത്തിലും ഉള്ള ക്ലോറോഫിൽ എ മോളിക്യൂള് അബ്സോർബ് ചെയ്യുന്ന ലൈറ്റിന്റെ വേവ് ലെങ്ത് വേറെ വേറെയാണ്. 700 ആള് 700 നാനോമീറ്ററും 800 എന്ന് പറയുന്ന ആള് 800 നാനോമീറ്ററും ആണ് അബ്സോർബ് ചെയ്യുന്നത്. ഇത് കഴിഞ്ഞ പോലത്തെ ക്വസ്റ്റ്യൻ ആയിരുന്നു കേട്ടോ. ഈ PS1 അതോ PS2 അബ്സോർപ്ഷൻ മാക്സിമം എത്രയാണ്, 680. അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോരുത് കേട്ടോ. ഇനി ഫോട്ടോ സിസ്റ്റം കഴിഞ്ഞു. ഇനി നമ്മൾ വാട്ട് ഹാപ്പൻസ് ഡ്യൂറിങ് ലൈറ്റ് അബ്സോർപ്ഷൻ എന്നാണ് പറയുന്നത്, ലൈറ്റ് റിയാക്ഷൻ ആണ് പറയുന്നത്. ഈ കാണിച്ചിരിക്കുന്ന സംഭവത്തിനെ നമ്മൾ പറയുന്നത്, ഈ ഡയഗ്രം ഇല്ലേ, Z സ്കീം എന്നാണ് പറയാ. Z സ്കീം ഇത് കണ്ടോ, താഴെ എഴുതിയിരിക്കുന്നുണ്ടോ Z സ്കീം എന്ന്. Z സ്കീം എന്ന് പറയുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഈ ലൈറ്റ് അബ്സോർബ് ചെയ്യുന്നതായിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും. ലൈറ്റ് അബ്സോർബ് ചെയ്ത് പിന്നെ വരുന്ന ഈ പറയുന്ന റിയാക്ഷൻസിൽ ഇൻവോൾവ് ആയിട്ടുള്ള മോളിക്യൂൾസിനെ എല്ലാം അവരുടെ റിഡോക്സ് പൊട്ടൻഷ്യലിന്റെ, നിങ്ങൾ കെമിസ്ട്രിയിൽ പഠിക്കുന്നുണ്ടാവും ഓക്സിഡേഷൻ റിഡക്ഷൻ പൊട്ടൻഷ്യൽ എന്നൊക്കെ പറഞ്ഞിട്ട്, ഓക്സിഡൈസ്ഡ് ആകാനുള്ള കാപ്പബിലിറ്റിയും റെഡ്യൂസ്ഡ് ആവാനുള്ള കാപ്പബിലിറ്റിയും ഒക്കെ. അപ്പൊ അതിന്റെ ബേസിസിൽ അവരെ അറേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ Z എന്ന് പറയുന്ന ഒരു ഷേപ്പിലാണ് കിട്ടുക. അതുകൊണ്ടാണ് ഇതിനെ Z സ്കീം എന്ന് പറയുന്നത്. ഓക്കെ, എന്താണ് നടക്കുന്നതെന്ന് പറയാം. ഇത് നോൺ സൈക്ലിക് ആണ്. അതും എന്താന്ന് പറഞ്ഞു തരാം. ഓക്കെ, ആദ്യം വരാൻ പോകുന്നത് ഫോട്ടോ സിസ്റ്റം എ എന്ന് പറയുന്ന ആളും രണ്ടാമത് വരാൻ പോകുന്നത് ഫോട്ടോ സിസ്റ്റം 1 എന്ന് പറയുന്ന ആളുമാണ്. ഞാൻ വേറൊരു സാധനം കാണിച്ചു തരാം. ഈ ഡയഗ്രം നോക്കാം കേട്ടോ. ഇത് തൈലക്കോയിഡ് മെംബ്രെയിൻ ആണ്. ഈ പിങ്ക് കളറിൽ വരച്ചു വെച്ചിരിക്കുന്നത് തൈലക്കോയിഡ് മെംബ്രെയിൻ ആണ്. ഇതാ നിങ്ങൾക്ക് കാണാം, തൈലക്കോയിഡ് മെംബ്രെയിൻ ആണ്. ഈ ഹോൾ കോയിൻ എന്ന് പറയുന്നത് തൈലക്കോയിഡ് ആണ്. തൈലക്കോയിഡ് എന്താണെന്ന് അറിയാം. ഇതിന് പുറത്ത് കാണുന്ന റീജിയൻ നിങ്ങൾക്ക് സ്ട്രോമ ആണെന്ന് അറിയാം. ഇതിൽ തൈലക്കോയിഡിനെ മാത്രമായിട്ട് എടുത്ത് കാണിച്ചിരിക്കുകയാണ്. ഇറ്റ്സ് നോട്ട് ഹോൾ ക്ലോറോപ്ലാസ്റ്റ്. ഓക്കെ, ഇതിന്റെ ചുറ്റും ഒരു കവറിങ്ങും അതിന്റെ ഉള്ളിൽ ഇതുപോലത്തെ കുറെ തൈലക്കോയിഡും വരുമ്പോഴാണ് അത് ക്ലോറോപ്ലാസ്റ്റ് ആവുന്നത്. ഓക്കെ, സോ തൈലക്കോയിഡിന്റെ പുറത്തുള്ള ഭാഗം സ്ട്രോമയാണ്. ഞാൻ ഇവിടെ വരച്ചു തരാം. ഇത് ക്ലോറോപ്ലാസ്റ്റും ഇത് അതിന്റെ ഉള്ളിലത്തെ കുറെ തൈലക്കോയിഡും ആണെന്ന് വിചാരിക്കാം. ഇതിലത്തെ ഒരു തൈലക്കോയിഡിനെയാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. ഓക്കെ, ഇനി
അടുത്തത് നോൺ സൈക്ലിക് ആണ് പറയാൻ പോകുന്നത്. നോൺ സൈക്ലിക് ആണ് പറയാൻ പോകുന്നത്. ഞാൻ പറഞ്ഞു ലൈറ്റ് റിയാക്ഷൻ നടക്കാൻ പോകുന്നത് തൈലക്കോയിഡിന്റെ മെംബ്രെയിനിലായിരിക്കും. ഇനി അപ്പൊ ആദ്യം നടക്കേണ്ട കാര്യം നമുക്കറിയാം. ലൈറ്റ് റിയാക്ഷനിൽ എന്തൊക്കെ നടക്കും? ലൈറ്റിനെ അബ്സോർബ് ചെയ്യും, വാട്ടർ സ്പ്ലിറ്റ് ആവുന്നുണ്ട്, ഓക്സിജൻ റിലീസ് ആവുന്നുണ്ട്, ATP NADPH ഉണ്ടാകുന്നുണ്ട്. ഈ 4 കാര്യങ്ങൾ എങ്ങനെയാണെന്നാണ് ഇനി പറയാൻ പോകുന്നത്. ശ്രദ്ധിച്ചു കേൾക്കുക കേട്ടോ. ഈ പറയാൻ പോകുന്ന ലൈറ്റ് റിയാക്ഷൻ നോൺ സൈക്ലിക് ആണ്. നോൺ സൈക്ലിക് ആണ്. ഈ നോൺ സൈക്ലിക് സ്കീമില് ഫസ്റ്റ് വരാൻ പോകുന്ന ഫോട്ടോ സിസ്റ്റം എന്ന് പറയുന്നത് PS2 ആണ്. PS2 ആണ് ആദ്യം വരാൻ പോകുന്നത്. PS2 എന്ന് പറഞ്ഞതിന്റെ റിയാക്ഷൻ സെന്ററിൽ ഒരു ക്ലോറോഫിൽ എ മോളിക്യൂൾ ഉണ്ട്. ആ ക്ലോറോഫിൽ എ മോളിക്യൂള് അബ്സോർബ് ചെയ്യുന്നത് 680 നാനോമീറ്ററിലുള്ള ലൈറ്റിനെയാണ്. 680 നാനോമീറ്ററിലുള്ള ലൈറ്റിനെയാണ്. അപ്പൊ അതാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. ലൈറ്റ് വരുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. ഞാൻ ഡയഗ്രാം നോക്കാട്ടെ. നിങ്ങള് ലൈറ്റ് വരുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. ഇപ്പൊ നമ്മുടെ ഇത് ഫോട്ടോ സിസ്റ്റം ഇവിടെ കാണാം. നിങ്ങൾക്ക് ഫോട്ടോ സിസ്റ്റം കാണാം. PS2 എന്നാണ് മാർക്ക് ചെയ്തിരിക്കുന്നത്. P680 എന്ന് പറയാൻ കാരണം 680 നാനോമീറ്ററിലുള്ള വേവ് ലെങ്ത് ഓഫ് ലൈറ്റിനെയാണ് അവർ അബ്സോർബ് ചെയ്യുന്നത്. ഈ ലൈറ്റ് അബ്സോർബ് ചെയ്യുമ്പോൾ, ലൈറ്റ് എനർജി ആക്സെപ്റ്റ് ചെയ്യുമ്പോൾ എനർജി കൂടുമ്പോൾ എന്തുണ്ടാവുക? സ്റ്റെബിലിറ്റി കുറയുന്നൊക്കെ നിങ്ങൾ പഠിച്ചിട്ടില്ലേ കെമിസ്ട്രിയിൽ? ഇലക്ട്രോൺസ് എക്സൈറ്റഡ് ആവും. ഓക്കെ, ഇലക്ട്രോൺസ് ഈ ലൈറ്റ് എനർജി ഫോട്ടോൺ ആക്സെപ്റ്റ് ചെയ്യുമ്പോൾ ഇവിടെ ഈ മോളിക്യൂൾസിന്റെ ഈ അബ്സോർബ് ചെയ്യുന്ന ആളുടെ ഇലക്ട്രോൺസ് എക്സൈറ്റഡ് ആകും. ആ ഇലക്ട്രോൺസ് അവിടെ നിന്ന് ജമ്പ് ചെയ്ത് പോവും. ഇലക്ട്രോൺസ് എക്സൈറ്റഡ് ആയിട്ട് ഈ മോളിക്യൂളിൽ നിന്ന് പോവാണ്. അതിനെ വേറൊരാള് അക്സെപ്റ്റ് ചെയ്തെടുക്കും. ഇലക്ട്രോൺ ട്രാൻസ്പോർട്ട് ആണ് ഇവിടെ നടക്കാൻ പോകുന്നത്. ഇലക്ട്രോൺസിന്റെ മൂവ്മെന്റ് ആണ് നടക്കാൻ പോകുന്നത്. ഇവിടെ ഒരു റിലേ ആണ്. ക്ലോറോഫിൽ എ മോളിക്യൂൾ ഇരുന്ന് അല്ലെങ്കിൽ ഫോട്ടോ സിസ്റ്റം ഇരുന്ന് ലൈറ്റ് അബ്സോർബ് ചെയ്തപ്പോ അവരുടെ ബോഡിയിലുള്ള ഇലക്ട്രോൺസ് എക്സൈറ്റഡ് ആകുന്നു. ആ ഇലക്ട്രോൺസ് ജമ്പ് ചെയ്ത് പോകുന്നു. ആ ഇലക്ട്രോൺസിനെ തൊട്ടടുത്തിരിക്കുന്ന വേറൊരാള് അക്സെപ്റ്റ് ചെയ്യുന്നു. വേറൊരു കെമിക്കൽ മോളിക്യൂള് അക്സെപ്റ്റ് ചെയ്യുന്നു. ദാ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ അയാളുടെ പേര് നിങ്ങൾക്ക് കാണാൻ പറ്റും. പ്ലാസ്റ്റോക്വിനോൺ എന്ന് പറയുന്ന ആള് ഇലക്ട്രോൺസ് അക്സെപ്റ്റഡ് ആവുന്നത്. ആ ഇലക്ട്രോൺസ് പോകുന്നതായിട്ട് കാണാൻ പറ്റുന്നുണ്ട്. ഇലക്ട്രോൺസ് ഇവിടുന്ന് ഇലക്ട്രോൺസ് പോവാണ് പ്ലാസ്റ്റോക്വിനോണിലേക്ക്. ഇലക്ട്രോൺസ് കിട്ടിക്കഴിഞ്ഞാൽ പ്ലാസ്റ്റോക്വിനോണിന് എന്താ സംഭവിക്കുന്നത് നോക്കി നോക്കി. അതിന് റിഡക്ഷൻ വരും. ഇലക്ട്രോൺസിന്റെ അക്സെപ്റ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ റിഡക്ഷൻ ആണ്. പ്ലാസ്റ്റോക്വിനോൺ റെഡ്യൂസ്ഡ് ആവും. ഇനി കിട്ടിയ ഇലക്ട്രോണിനെയും കയ്യിൽ പിടിച്ചുകൊണ്ടിരിക്കുകയോ അതിനെ യൂസ് ചെയ്യുകയോ ചെയ്യില്ല പ്ലാസ്റ്റോക്വിനോൺ. ഉടനെ തന്നെ അത് അടുത്ത ആളിലോട്ട് കൊടുക്കും. ഇലക്ട്രോണിനെ തൈലക്കോയിഡ് മെംബ്രെയിനിലുള്ള നെക്സ്റ്റ് ആളിലോട്ട് ട്രാൻസ്ഫർ ചെയ്യും. റിലേ പോലെയാണ്. അത് ആരാ വാങ്ങിക്കാൻ പോകുന്നത് നോക്കിയേ. അടുത്തൊരു കോംപ്ലക്സ് പ്രോട്ടീൻ ആണ്. സൈറ്റോക്രോം B6F എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. അദ്ദേഹവും എവിടെ തന്നെയാണ് ഇരിക്കുന്നത്? തൈലക്കോയിഡ് മെംബ്രെയിനിൽ തന്നെയാണ് ഇരിക്കുന്നത്. ഇവിടേക്കും ഇലക്ട്രോൺസ് എത്തി. അദ്ദേഹം എന്ത് ചെയ്യാണ്? ആ ഇലക്ട്രോൺസിനെ കയ്യിൽ പിടിക്കില്ല. ഉടനെ തന്നെ അത് അടുത്ത ആളിലോട്ട് കൊടുക്കും. ആൻഡ് ഹിസ് നെയിം ഇസ് പ്ലാസ്റ്റോസയാനിലോട്ട് കൊടുക്കും. പ്ലാസ്റ്റോസയാൻ ഇലക്ട്രോൺസിനെ കിട്ടിക്കഴിഞ്ഞാൽ അതും കയ്യിൽ വെച്ചുകൊണ്ടിരിക്കുകയോ അതും യൂസ് ചെയ്യുകയോ ചെയ്യില്ല. തൊട്ടടുത്ത് നിൽക്കുന്ന ആൾക്കാർക്ക് കൊടുക്കും. അതാരാ? PS1 ആണ്. P700 ആണ്. ഈ PS2 ലൈറ്റ് അബ്സോർബ് ചെയ്യുന്ന പോലെ തന്നെ PS1ഉം ഇവിടെ ഇരുന്ന് ലൈറ്റ് അബ്സോർബ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. വരുന്ന ലൈറ്റിലെ 700 നാനോമീറ്റർ റെഡ് ലൈറ്റിനെയാണ് അദ്ദേഹം എടുത്തുകൊണ്ടിരിക്കുന്നത്. അദ്ദേഹത്തിന്റെ റിയാക്ഷൻ സെന്റർ അതായതുകൊണ്ട് എഗെയിൻ ലൈറ്റ് എനർജി അബ്സോർബ് ചെയ്യുന്ന കാരണം അദ്ദേഹവും എക്സൈറ്റഡ് ആകും. അദ്ദേഹം എന്ത് ചെയ്യും? കിട്ടിയ ഇലക്ട്രോണിനെ വേഗം അടുത്ത ആളിലോട്ട് കൊടുക്കും. ഫെറിഡോക്സിൻ എന്ന് പറയുന്ന ഒരാളിലോട്ട് കൊടുക്കും. ഫൈനലി ഈ ഇലക്ട്രോൺ എടുക്കാൻ പോകുന്ന ആളാരാ? NADP എന്ന് പറയുന്ന ആളെടുക്കും. എന്നിട്ട് റെഡ്യൂസ്ഡ് ആയി NADPH എന്ന് പറയുന്ന ആളുണ്ടാകും. ഓക്കെ, ഇവിടെ എന്താ നടന്നത്? ഇലക്ട്രോണിന്റെ ട്രാൻസ്പോർട്ട് ആണ് നടന്നത്. അവസാനം ഈ ഇലക്ട്രോൺ ആരുടെ കയ്യിലോട്ടാണ് എത്തുന്നത്? NADP-യിലോട്ടാണ് എത്തുന്നത്. ഇലക്ട്രോൺസ് വാങ്ങിച്ചതിന് ശേഷം അത് that itself will get reduced to form NADPH. ഇതെന്തിനാ നടക്കണേന്നൊന്നും നിങ്ങൾ ചോദിക്കരുത്. This is what happens during photosynthesis. Light reaction ഇതാണ് നടക്കുന്നത്. ഓക്കെ, അപ്പൊ ലൈറ്റ് റിയാക്ഷനിൽ നമ്മൾ പറയുന്ന 2 കാര്യങ്ങൾ, ലൈറ്റ് അബ്സോർപ്ഷൻ, NADPHന്റെ ഫോർമേഷൻ, ഇത് രണ്ടും നടന്നതായിട്ട് കണ്ടില്ലേ നോക്കിയേ. ലൈറ്റ് റിയാക്ഷനിൽ ലൈറ്റ് അബ്സോർബ് ചെയ്യുന്നത് നമ്മൾ ഇവിടെയും കണ്ടു, ഇവിടെയും കണ്ടു. NADPH ഉണ്ടാകുന്നതും കണ്ടു. അപ്പൊ ലൈറ്റ് റിയാക്ഷനിൽ നടക്കുന്ന 2 ഇവന്റുകൾ നമ്മൾ കണ്ടു. ഞാൻ ഒന്നും കൂടിയും പറയാം. ലൈറ്റ് റിയാക്ഷൻ എന്ന് പറയുമ്പോൾ ലൈറ്റ് അബ്സോർപ്ഷൻ ആണ്. ലൈറ്റ് അബ്സോർബ് ചെയ്ത് കഴിഞ്ഞാൽ വാട്ട് ഹാപ്പൻസ് നെക്സ്റ്റ്, അതാണ് നമ്മൾ പറയുന്നത്.
ആരാണ് ലൈറ്റ് അബ്സോർബ് ചെയ്യുന്നത്? ക്ലോറോഫിൽ മോളിക്യൂൾസ് ആണ്, പിഗ്മെന്റുകളാണ്. ആ പിഗ്മെന്റുകൾ കാണുന്നത് എവിടെയാണ്? തൈലക്കോയിഡ് മെംബ്രെയിനിലാണ്. ഇവരെങ്ങനെ ഇരിക്കുന്നത്? രണ്ട് ഫോട്ടോസിസ്റ്റം ആയിട്ടാണ് ഇരിക്കുന്നത്. ഏതൊക്കെ ഫോട്ടോസിസ്റ്റം ഉണ്ട്? PS1 ഉണ്ട്, PS2 ഉണ്ട്. ഈ റിയാക്ഷൻസിൽ ആദ്യം വരാൻ പോകുന്ന ആളാരാ? PS2 ആണ്. ഓക്കെ, 680 നാനോമീറ്റർ വേവ് ലെങ്ത് അബ്സോർബ് ചെയ്യുന്ന PS2 ആണ്. ഇനി what happens during the light absorption? ലൈറ്റ് ആണ്, എനർജി ആണ്. അത് അബ്സോർബ് ചെയ്യുമ്പോൾ ഇലക്ട്രോൺസ് എക്സൈറ്റഡ് ആകുന്നു. എവിടുന്ന് ആദ്യം ഇലക്ട്രോൺസ് അതിന്റെ ജേർണി സ്റ്റാർട്ട് ചെയ്യുന്നത്? PS2 നിന്നാണ്. PS2 നിന്ന് സ്റ്റാർട്ട് ചെയ്യും. ആ ഇലക്ട്രോൺസിനെ തൊട്ടടുത്ത് നിൽക്കുന്ന ആൾ എടുക്കുന്നു പ്ലാസ്റ്റോക്വിനോൺ. പ്ലാസ്റ്റോക്വിനോൺ അപ്പൊ തന്നെ ഇലക്ട്രോൺസിന് അടുത്ത ആളിലേക്ക് കൊടുക്കുന്നു, സൈറ്റോക്രോം B6F. അദ്ദേഹം ഇലക്ട്രോൺസിനെ അപ്പൊ തന്നെ നെക്സ്റ്റ് ആളിലോട്ട് റിലേ ചെയ്യുന്നു, പ്ലാസ്റ്റോസയാനിൻ. പ്ലാസ്റ്റോസയാനിൻ എന്ന് പറയുന്ന ആളിൽ നിന്നും ഇലക്ട്രോൺസ് പോകുന്നത് അടുത്ത ഫോട്ടോ സിസ്റ്റത്തിലോട്ടാണ്. അദ്ദേഹമാണ് ഇനി അടുത്ത ബെഞ്ചിൽ ഇരിക്കുന്ന ആള്. PS1 പോകുന്നു. PS1 ലൈറ്റ് അബ്സോർബ് ചെയ്തുകൊണ്ടിരിക്കുന്ന ആളാണ്. അവിടെയും പിഗ്മെന്റ്സ് ഉള്ളത് കൊണ്ട്. So it gets excited, electrons will be transferred to next molecule in the chain, and finally the electrons will be accepted by NADP itself, getting reduced into NADPH. Clear ആണോ? Clear ആണോ? ഇത്രയും ക്ലിയർ ആണോ? വേഗം പറ. ഓക്കെ ആണോ? ഇനി അടുത്ത ഇവന്റുകൾ എന്ന് പറഞ്ഞേ. ഈ ലൈറ്റ് റിയാക്ഷനിൽ നടക്കുന്ന ബാക്കി ഇവന്റുകൾ നമ്മൾ 2 ഇവന്റ് കണ്ടു കഴിഞ്ഞു. ഏതൊക്കെയായിരുന്നു? ലൈറ്റ് അബ്സോർപ്ഷൻ കണ്ടു. ലൈറ്റ് അബ്സോർബ് ചെയ്ത് ഇലക്ട്രോൺസ് എക്സൈറ്റഡ് ആയിട്ട് ഇലക്ട്രോൺസിന്റെ ഒരു മൂവ്മെന്റ് നമ്മൾ കണ്ടു. പിന്നെന്താ നമ്മൾ കണ്ടേ? NADPH ഉണ്ടാകുന്നതും കണ്ടു. ഈ ലൈറ്റ് അബ്സോർബ് ചെയ്ത് അവിടെ നിന്ന് ഇറങ്ങിപ്പോയ ഇലക്ട്രോൺസിനെ ഫൈനലി കണ്ടു കിട്ടാൻ പോകുന്നത് NADPയുടെ കയ്യിലാണ്. അങ്ങനെയാണ് NADP റെഡ്യൂസ്ഡ് ആയി NADPH ആവുന്നത്. അപ്പൊ 2 ഇവന്റ് കണ്ടു. ഇനി നമുക്ക് കാണാനുള്ളത് എന്താ? എവിടെയാണ് വാട്ടർ സ്പ്ലിറ്റിംഗ് നടക്കുന്നത്? എവിടെയാണ് ഓക്സിജൻ റിലീസ് നടക്കുന്നത്? എവിടെയാണ് ATP ഉണ്ടാവുന്നത്? ക്ലിയർ ആയോ? ഇത്രയും കാര്യങ്ങളല്ലേ അറിയണ്ടേ? ശ്രദ്ധിക്കുക കേട്ടോ. ഇനി നമ്മൾ പറയാൻ പോകുന്ന കാര്യങ്ങള് വാട്ടർ സ്പ്ലിറ്റ് ചെയ്യണതും ഓക്സിജൻ റിലീസ് ആവണതും ATP ഉണ്ടാകുന്നതുമാണ്. സി ഇലക്ട്രോൺസ് എവിടുന്നാ അതിന്റെ ജേർണി സ്റ്റാർട്ട് ചെയ്യുന്നത്? PS2 നിന്നല്ലേ ഇലക്ട്രോൺസ് ജേർണി സ്റ്റാർട്ട് ചെയ്യുന്നത്? ശരിയല്ലേ? അല്ലേ? ലൈറ്റ് അബ്സോർബ് ചെയ്യുന്നതിനനുസരിച്ചിട്ട് ഇതിങ്ങനെ ഇലക്ട്രോൺസിനെ ഇങ്ങനെ വിടാൻ തുടങ്ങി കഴിഞ്ഞാൽ കുറെ കഴിയുമ്പോൾ ഇത് കഴിയില്ലേ? കണ്ടിന്യൂസ് ട്രാൻസ്പോർട്ട് ഓഫ് ഇലക്ട്രോൺസ് പോസിബിൾ ആണോ? ഒരു പോയിന്റ് എത്തുമ്പോ നിക്കില്ലേ? മനസ്സിലായോ? ഇപ്പൊ ഞാൻ PS2 ആണെന്ന് വിചാരിക്കാം. ഇലക്ട്രോൺസിന് പകരം ഞാൻ ഇവിടെ പൈസ ഒരു കുറച്ച് പൈസയാണ് എന്റെ കയ്യിലുള്ളത്. അപ്പൊ ഞാൻ ഇവിടെ ഇരുന്ന് കണ്ടിന്യൂസ് ആയിട്ട് പൈസ അടുത്ത ആൾക്ക് കൊടുത്തോണ്ടിരിക്കുകയാണ്. കുറെ കഴിയുമ്പോ എന്റെ കയ്യിലുള്ള പൈസ തീരില്ലേ? മനസ്സിലായോ? അപ്പൊ എനിക്ക് വേറെ എവിടുന്നെങ്കിലും സപ്ലൈ കിട്ടണ്ടേ? എന്നാലല്ലേ എനിക്ക് വേറെ ആൾക്ക് കൊടുക്കാൻ പറ്റുള്ളൂ. Did you get my point? ഇവിടെ ഞാനാണ് PS2 എന്ന് വിചാരിക്കാം. ഇലക്ട്രോൺസിന് പകരം ഞാൻ പൈസയുടെ കാര്യമാണ് പറയുന്നത്. ഞാൻ ഇങ്ങനെ വളരെ സന്തോഷത്തോടു കൂടി എല്ലാവർക്കും പൈസ എടുത്ത് കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. ഞാൻ പ്ലാസ്റ്റോക്വിനോണിന് കൊടുക്കുന്നു. പ്ലാസ്റ്റോക്വിനോൺ പറയാണ്, അയ്യോ എനിക്ക് വേണ്ട ഈ പൈസ, ഞാനത് B6Fന് കൊടുക്കുകയാണെന്ന് പറയാണ്. അപ്പൊ അയാൾ പറയാണ് എനിക്കും വേണ്ടെന്ന് പറഞ്ഞാൽ പ്ലാസ്റ്റോസയാനിന് കൊടുക്കുവാണ്. പ്ലാസ്റ്റോസയാൻ എന്ന് പറയാം ഞാനത് PS1 കൊടുക്കുക എന്ന് പറയാണ്. PS1 അത് കൊടുത്ത് അവസാനം അത് NADPയിലേക്ക് എത്തും. അയാൾ അത് കയ്യിൽ പിടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാനാണ് കൊടുക്കാൻ തുടങ്ങിയത്. അപ്പൊ എനിക്ക് എവിടെന്നെങ്കിലും വേറെ ഫണ്ട് കിട്ടണം, എന്നാലല്ലേ എനിക്കും കൊടുത്തോണ്ടിരിക്കാൻ പറ്റുള്ളൂ. റൈറ്റ്? അവിടെ PS2 നിന്ന് പോകുന്ന ഇലക്ട്രോൺസിനെ കോമ്പൻസേറ്റ് ചെയ്യാൻ അവിടോട്ട് കണ്ടിന്യൂസ് സപ്ലൈ ഇലക്ട്രോൺസ് കൊടുത്തോണ്ടിരിക്കുന്നത് വാട്ടർ ആണ്. വാട്ടർ സ്പ്ലിറ്റ് ആയി പ്രോട്ടോണും ഇലക്ട്രോണും ഓക്സിജനും ഒക്കെ ഉണ്ടാവുന്നുണ്ട്. വാട്ടർ സ്പ്ലിറ്റ് ആയി ഓക്സിജൻ ഉണ്ടാവുന്നത് നിങ്ങൾക്ക് കാണാം, പ്രോട്ടോൺ ഉണ്ടാകുന്നത് കാണാം, ഇലക്ട്രോണും ഉണ്ടാകുന്നുണ്ട്. ആ ഇലക്ട്രോണിനെ എവിടേക്ക് കൊടുത്തോണ്ടിരിക്കുകയാണ്? PS2 കൊടുക്കുവാണ്. മനസ്സിലായോ? അപ്പൊ ലൈറ്റ് റിയാക്ഷനിൽ എവിടെയാണ് വാട്ടർ സ്പ്ലിറ്റ് ചെയ്യുന്നത് കണ്ടോ? വാട്ടർ സ്പ്ലിറ്റ് ചെയ്യാനായിട്ട് ഒരു കോംപ്ലക്സ് ഉണ്ട്, വാട്ടർ സ്പ്ലിറ്റിംഗ് കോംപ്ലക്സ് എന്ന് പറയും. ഈ വാട്ടർ സ്പ്ലിറ്റിംഗ് കോംപ്ലക്സ് PS2 അസോസിയേറ്റ് ചെയ്തിട്ടാണ് കിടക്കുന്നത്. PS2 അസോസിയേറ്റ് ചെയ്ത് കിടക്കുന്നത് ഇവിടെ കാണാൻ പറ്റും. അതിനെ വാട്ടറിനെ അത് സ്പ്ലിറ്റ് ആക്കുന്നു. വാട്ടറിന് സംഭവിക്കുന്ന ഓക്സിഡേഷൻ ആണെന്ന് നമുക്കറിയാം. ഓക്സിജൻ റിലീസ് ആവുന്നു. ഈ ഓക്സിജൻ ആണ് ഇനി പുറത്തേക്ക് ഡിഫ്യൂസ് ചെയ്ത് പോകുന്നത്. ഇതാണ് അറ്റ്മോസ്ഫിയറിലേക്ക് റിലീസ് ആയി പോകുന്ന ഓക്സിജൻ. ഇലക്ട്രോൺസിന് എന്ത് സംഭവിക്കും? PS2 കൊടുക്കും. അപ്പൊ PS2 ഇനി സുഖമായിട്ടിരുന്ന് ഇലക്ട്രോൺസിന് ആർക്കാന്ന് വെച്ചാൽ കൊടുക്കാം. കാരണം കണ്ടിന്യൂസ് ആയിട്ടൊരു സപ്ലൈ കിട്ടുന്നുണ്ട് വാട്ടറിൽ നിന്ന്. ഇത്രയും ക്ലിയർ ആയോ? ഇത്രയും ക്ലിയർ ആയോ? അപ്പൊ വാട്ടർ സ്പ്ലിറ്റ് ചെയ്യണമെന്ന് നമ്മൾ പറഞ്ഞു, ഓക്സിജന്റെ റിലീസും നമ്മൾ പറഞ്ഞു.
വാട്ടർ സ്പ്ലിറ്റ് ചെയ്യണത് പറഞ്ഞു, ഓക്സിജൻ റിലീസും പറഞ്ഞു. ഇനി എന്താ വേണ്ടത്? എവിടെയാണ് ATP ഉണ്ടാകുന്നതെന്ന് അറിയണം. ഇനി അത് പറയട്ടെ. ഇത്രയും ക്ലിയർ ആണോ? ഇത്രയും ക്ലിയർ ആണോ? ആ, ഇനി ATP ഉണ്ടാകുന്നാണ് പറയുന്നത്. അപ്പൊ ഞാൻ അതിനു വേണ്ടി ബാക്കി എല്ലാം ഒന്ന് മാറ്റിയാണ് കേട്ടോ. ATP ഉണ്ടാകുന്നാണ് പറയുന്നത്. നമ്മുടെ മെയിൻ പരിപാടി കഴിഞ്ഞിട്ടില്ല ഇപ്പോഴും. ATP ലൈറ്റ് അബ്സോർബ് ചെയ്തു. ലൈറ്റ് അബ്സോർബ് ചെയ്തപ്പോ ആരൊക്കെയോ എക്സൈറ്റഡ് ആയി ഇലക്ട്രോൺസിനൊക്കെ കൊടുക്കാൻ തുടങ്ങി. അവസാനം അത് NADP എടുത്ത് വെച്ചു. ഇനി ഇവിടുന്ന് എവിടേക്ക് ഞാൻ കൊടുക്കില്ല, ഞാൻ എടുത്ത് കയ്യെ പിടിച്ചു എന്ന് പറഞ്ഞിട്ട് കൊടുത്തു. അതിന്റെ കൂടെ വാട്ടർ സ്പ്ലിറ്റ് ചെയ്യുന്നുണ്ട്, ഓക്സിജൻ റിലീസ് ആവുന്നുണ്ട്, NADP ഉണ്ടാകുന്നുണ്ട്. ഇതൊക്കെ നമ്മൾ കണ്ടു. ഇനി ATP ആണ് പഠിക്കാൻ പോകുന്നത്. ഇലക്ട്രോൺ ട്രാൻസ്പോർട്ട് നമ്മൾ കണ്ടു. ഓക്കെ, ഇലക്ട്രോൺ ട്രാൻസ്പോർട്ട് നടക്കുന്നതിന്റെ കൂടെ വേറൊരു സാധനം കൂടിയും ട്രാൻസ്പോർട്ടഡ് ആവുന്നുണ്ട്. നമ്മൾ പറയാത്ത ഒരാൾ പോകുന്നുണ്ട്. ആരാത്? H+ എന്ന് പറഞ്ഞാൽ ആരാന്ന് പറഞ്ഞേ? ഹു ഇസ് H+? പ്രോട്ടോൺസ് അല്ലേ? ഹൈഡ്രജൻ അയോൺസ്, പ്രോട്ടോൺസ് അല്ലേ? ഇലക്ട്രോൺ ട്രാൻസ്പോർട്ട് നടക്കുന്നത് നമ്മൾ പറഞ്ഞു. അതിന് പാരലലായിട്ട് പ്രോട്ടോണിന്റെ ഒരു മൂവ്മെന്റ് നടക്കുന്നുണ്ട്. അതാണ് ATP ഉണ്ടാക്കാൻ വളരെ ആവശ്യമായിട്ടുള്ള ആള്, പ്രോട്ടോണിന്റെ മൂവ്മെന്റ്. ഇനി അതെങ്ങനെയാണെന്ന് നോക്കാം. നമുക്ക് തുടക്കം മുതൽ ലൈറ്റ് റിയാക്ഷൻ എടുക്കാം. വാട്ടർ സ്പ്ലിറ്റ് ചെയ്യണുണ്ടോ? ഇവിടെ വാട്ടർ സ്പ്ലിറ്റ് ചെയ്യണുണ്ടോ? ഈ വാട്ടറിന്റെ സ്പ്ലിറ്റിംഗ് നടക്കുന്നത് തൈലക്കോയിഡിന്റെ ഉള്ളിലാണോ പുറത്താണോ? തൈലക്കോയിഡിന്റെ ഈ പോർഷനെ നമ്മൾ തൈലക്കോയിഡ് ലൂമൻ എന്നാണേ പറയാ. കണ്ടോ, ലൂമൻ, തൈലക്കോയിഡ് ലൂമൻ എന്നാ പറയാം. വാട്ടർ സ്പ്ലിറ്റ് ചെയ്യണത് ലൂമനിലാണോ സ്ട്രോമയിലാണോ? ലൂമനിലല്ലേ. വാട്ടർ സ്പ്ലിറ്റ് ചെയ്യുമ്പോൾ ഇലക്ട്രോൺസ് ഉണ്ട്, ഓക്സിജൻ ഉണ്ട്, പ്രോട്ടോൺ ഉണ്ട്. ഇലക്ട്രോണിനെ PS2 കൊടുക്കും, ഓക്സിജൻ ഡിഫ്യൂസ് ചെയ്തു പോകും. വാട്ട് ഹാപ്പൻസ് ടു ദ പ്രോട്ടോൺ? പ്രോട്ടോണിന് എന്ത് പറ്റും? അത് തൈലക്കോയിഡ് ലൂമനിലാണ് റിലീസ് ആവുന്നത്. അത് തൈലക്കോയിഡിന്റെ ലൂമനിൽ റിലീസ് ആവും. ഓക്കെ, അപ്പൊ അവിടെ ഒരു H+ വന്നു കേട്ടോ, ലൂമനിൽ ഒരു H+ വന്നു. ഇനി രണ്ടാമത്തെ നോക്കാം. PS2 നിന്ന് ഇലക്ട്രോൺസ് പോയി അതൊരു ഒരു ആക്സെപ്റ്ററിലോട്ട് എത്തി. അവിടെ നിന്ന് അത് പ്ലാസ്റ്റോക്വിനോണിലേക്ക് പോകുന്നുണ്ട്. പ്ലാസ്റ്റോക്വിനോണിന്റെ കാര്യം ശ്രദ്ധിച്ചു നോക്കാം. ഒരു സൈഡിൽ നിന്ന് അതിന് ഇലക്ട്രോൺസ് കിട്ടുന്നുണ്ട്, ശരിയല്ലേ? അതേസമയം സ്ട്രോമയിൽ നിന്ന് അത് എന്തിനെ എടുക്കണേ നോക്കിയേ. സ്ട്രോമയിൽ നിന്ന് H+ ഇങ്ങോട്ട് ഒരു ആരോ ഇട്ടിരിക്കുന്ന കണ്ടോ? കണ്ടോ? ഈ എടുക്കുന്ന സ്ട്രോമയിൽ നിന്നല്ലേ എടുക്കുന്നത്? ഇത് സ്ട്രോമയുടെ സൈഡ് അല്ലേ? ഈ പ്ലാസ്റ്റോക്വിനോൺ റെഡ്യൂസ്ഡ് ആകാൻ ഇലക്ട്രോൺസ് മാത്രമല്ല പ്രോട്ടോൺസിനെയും എടുക്കുന്നുണ്ട്. ഇലക്ട്രോൺസ് കിട്ടുന്നത് PS2 നിന്നാണെങ്കിൽ പ്രോട്ടോൺസിനെ കിട്ടുന്നത് എവിടുന്നാ? H+ നിന്നാണ്, സോറി സ്ട്രോമയിൽ നിന്നാണ്. ഇതിന്റെ ഫലമായിട്ട് സ്ട്രോമയില് ഒരു H+ കുറഞ്ഞില്ലേ? ആലോചിച്ച് നോക്കിയേ, സ്ട്രോമയിൽ ഒരു H+ കുറഞ്ഞില്ലേ? കുറഞ്ഞോ? അവിടെ നിന്ന് എടുത്തില്ലേ ഇങ്ങോട്ടേക്ക്? ഇതാ എടുക്കണം, കണ്ടൂടെ നമുക്ക്? ഇനി പ്ലാസ്റ്റോക്വിനോണിന് എന്ത് പറ്റും? അത് റെഡ്യൂസ്ഡ് ആവുന്നുണ്ട്, അതിനുശേഷം അത് ഇലക്ട്രോൺസിന് അടുത്ത ആളിലേക്ക് കൊടുക്കുന്നുണ്ട്. ഇലക്ട്രോണിനെ ഇവിടേക്ക് കൊടുക്കുന്നുണ്ട്, പക്ഷെ നേരത്തെ സ്ട്രോമയിൽ നിന്ന് എടുത്ത പ്രോട്ടോണിന് തിരിച്ച് സ്ട്രോമയിലോട്ട് തന്നെ കൊടുക്കാതെ എവിടോട്ടാ കൊടുക്കണേ നോക്കിയേ? എവിടോട്ടാ കൊടുക്കണേ? H+ ലോട്ടല്ലേ ഐ മീൻ ലൂമനിലോട്ടല്ലേ കൊടുക്കുന്നേ? ലൂമനിലോട്ടല്ലേ കൊടുക്കുന്നേ? അപ്പൊ വീണ്ടും തൈലക്കോയിഡ് ലൂമനില് H+ന്റെ എമൗണ്ട് കൂടി. ഇനി അടുത്തത് അവസാനം NADP റെഡ്യൂസ്ഡ് ആകുന്ന സ്റ്റെപ്പ്. NADP റെഡ്യൂസ്ഡ് ആകാനും ഇലക്ട്രോൺസും വേണം, പ്രോട്ടോൺസും വേണം. ഇലക്ട്രോണിനെ ഇവിടുന്ന് കിട്ടും, പ്രോട്ടോണിനെ എടുക്കുന്നത് എവിടുന്നാ നോക്കിയേ? സ്ട്രോമയിൽ നിന്നാണ്. അപ്പൊ വീണ്ടും സ്ട്രോമയിൽ H+ കുറഞ്ഞു. ഇവിടെ നടക്കുന്ന ഒരു ഇൻജസ്റ്റിസ് എന്താണെന്നറിയോ? തൈലക്കോയിഡ് ലൂമനില് H+ന്റെ എമൗണ്ട് കൂടിക്കൊണ്ടിരിക്കുകയാണ്. സ്ട്രോമയിൽ നിന്ന് H+നെ യൂസ് ചെയ്ത് സ്ട്രോമയില് H+ന്റെ എമൗണ്ട് കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, ഇലക്ട്രോൺസ് മൂവ്മെന്റ് നടക്കുന്നുണ്ട് ഒരു സൈഡിൽ കൂടെ. ആ ഇലക്ട്രോൺസിന്റെ മൂവ്മെന്റ് നടക്കുന്നതിന്റെ കൂടെ സംഭവിക്കുന്ന വേറൊരു കാര്യമാണ്, തൈലക്കോയിഡ് ലൂമനില് H+ന്റെ എമൗണ്ട് കൂടിക്കൊണ്ടിരിക്കുകയും സ്ട്രോമയില് H+ന്റെ എമൗണ്ട് കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത്. അത് എന്തുകൊണ്ടാണെന്ന് പറഞ്ഞു. തൈലക്കോയിഡ് ലൂമനിൽ H+ കൂടാനുള്ള കാരണം ഒന്ന്, വാട്ടർ സ്പ്ലിറ്റ് ചെയ്തിട്ടുണ്ടാകുന്ന H+ ഇവിടോട്ടാണ് റിലീസ് ചെയ്യുന്നത്, ലൂമനിലോട്ടാണ് വരുന്നത്. രണ്ടാമത്തെ റീസൺ ഇതാണ്,
ഈ പറയുന്ന ഇവിടെ ഒരു റിഡക്ഷന് വേണ്ടിയിട്ട് ഇവിടെ എന്റെ പേന ഇവിടെ ഒരു റിഡക്ഷന് വേണ്ടിയിട്ട് H+ എടുക്കുന്നുണ്ട്. ആ H+ എടുക്കുന്നത് സ്ട്രോമയിൽ നിന്നാണ്. പക്ഷെ ആവശ്യം കഴിയുമ്പോൾ അത് തിരിച്ച് സ്ട്രോമയിലോട്ട് കൊടുക്കാണ്ട് അത് എവിടോട്ടാ കൊടുക്കുന്നത്? തൈലക്കോയിഡ് ലൂമനിലോട്ടാ കൊടുക്കുന്നത്. സോ ലൂമനിൽ H+ന്റെ എമൗണ്ട് കൂടി. വീണ്ടും NADP നെ റെഡ്യൂസ് ചെയ്യാൻ വേണ്ടി ആവശ്യമായിട്ട് വരുന്ന H+ എടുക്കുന്നത് എവിടുന്ന? സ്ട്രോമയിൽ നിന്നാണ്. അപ്പോഴും സ്ട്രോമയിൽ H+ കുറഞ്ഞു. സോ ആഫ്റ്റർ ദിസ് പ്രോസസ് ഇലക്ട്രോൺ ട്രാൻസ്പോർട്ട് കഴിയുമ്പോൾ ഒരു പ്രോട്ടോൺ ഗ്രേഡിയന്റ് ഫോം ചെയ്യും. പ്രോട്ടോൺ ഗ്രേഡിയന്റ്. പ്രോട്ടോൺ ഗ്രേഡിയന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രോട്ടോണിന്റെ കോൺസെൻട്രേഷൻ ഒരു മെംബ്രെയിന്റെ അപ്പുറത്തും ഇപ്പുറത്തും വ്യത്യാസമാണ്. ഇവിടെ മെംബ്രെയിൻ എന്ന് ഞാൻ ഉദ്ദേശിച്ചത് നമ്മുടെ തൈലക്കോയിഡ് മെംബ്രെയിനെയാണ്. തൈലക്കോയിഡ് മെംബ്രെയിന്റെ പുറത്തും തൈലക്കോയിഡ് മെംബ്രെയിന്റെ അകത്തും. മെംബ്രെയിന്റെ പുറത്ത് H+ന്റെ എമൗണ്ട് എങ്ങനെയാ? മെംബ്രെയിന്റെ പുറത്ത് സ്ട്രോമയില് H+ന്റെ കോൺസെൻട്രേഷൻ കുറവാണോ കൂടുതലാണോ? കുറവാണ്. ലൂമന്റെ ഉള്ളിൽ H+ന്റെ കോൺസെൻട്രേഷൻ എങ്ങനെയാ? ഹൈ ആണ്. അപ്പൊ ഒരു പ്രോട്ടോൺ ഗ്രേഡിയന്റ് ഫോം ചെയ്തില്ലേ? ഒരു മെംബ്രെയിന്റെ അപ്പുറത്ത് കൂടുതലും ഇപ്പുറത്ത് കുറവും. ഈ പ്രോട്ടോൺ ഗ്രേഡിയന്റ് ഇങ്ങനെ വെച്ചോണ്ടിരിക്കാൻ പറ്റില്ല. ഇറ്റ് ഹാസ് ടു ബി ബ്രോക്കൺ. ഇത് ബ്രേക്ക് ചെയ്യണം. കാരണം എന്താണെന്നറിയോ? H+ന്റെ കോൺസെൻട്രേഷൻ കൂടുന്തോറും ലൂമനിലെ pH എന്താ പറ്റുന്നത്? കുറഞ്ഞുകൊണ്ടിരിക്കുക. അത് അസിഡിക് ആയിക്കൊണ്ടിരിക്കുകയല്ലേ? ഇനി pHഉം H+ തമ്മിലുള്ള റിലേഷൻ ഞാൻ പറഞ്ഞു തരില്ല, അത് കെമിസ്ട്രിയിലുള്ളതാണ്. H+ കൂടുതലാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അസിഡിക് ആയിക്കൊണ്ടിരിക്കുകയല്ലേ ചെയ്യുന്നത്? അസിഡിക് ആവുകയല്ലേ ചെയ്യുന്നത്? അസിഡിക് ആവുക പറഞ്ഞാൽ pH കുറവായിരിക്കും. ഓക്കെ, അപ്പൊ ആ ഒരു പ്രോട്ടോൺ ഗ്രേഡിയന്റ് ബ്രേക്ക് ചെയ്യണം. ബ്രേക്ക് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലൂമനിൽ എക്സ്ട്രാ വന്ന H+നെ പുറത്തോട്ട് വിട്ട് ബാലൻസ് ചെയ്യണം. ശരിയല്ലേ? എന്നാലല്ലേ ആ ഒരു ഗ്രേഡിയന്റ് നമുക്ക് ബ്രേക്ക് ചെയ്യാൻ പറ്റുള്ളൂ. ഇനി ഇങ്ങോട്ട് വന്ന പോലെ എളുപ്പത്തിൽ പുറത്തോട്ട് പോവില്ല H+. H+നെ പുറത്തോട്ട് വിടാൻ വേണ്ടിയിട്ട് ഒരു കോംപ്ലക്സ് ഉണ്ട്. തൈലക്കോയിഡ് ലൂമനില് എക്സ്ട്രാക്ക് എടുക്കുന്ന പ്രോട്ടോൺസിനെ സ്ട്രോമയിലോട്ട് പമ്പ് ചെയ്യാൻ വേണ്ടി ഒരു കോംപ്ലക്സ് ഉണ്ട്. ആ കോംപ്ലക്സിനെ നമ്മൾ ATP സിന്തേസ് എന്ന് പറയും. ATP സിന്തേസ് എന്ന് പറയും. ഓക്കെ, ATP ഉണ്ടാക്കുന്നതാണ് നമ്മൾ കാണാൻ പോകുന്നത്. അതിന് 2 പാർട്ടിക്കിൾ ഉണ്ട്. C എന്ന് പറയുന്നത് ക്ലോറോപ്ലാസ്റ്റിൽ ഉള്ളതെന്ന് പറയാൻ വേണ്ടിയിട്ടാണ്. കാരണം ഇതുപോലത്തെ ആളിന് മൈറ്റോകോൺട്രിയയിലും ഉണ്ട്. F0 F1 പാർട്ടിക്കിൾ. F0 C ഫോർ ക്ലോറോപ്ലാസ്റ്റ് ആണ്. F0 F1 ഈ പറയുന്ന പ്രോട്ടീൻ കോംപ്ലക്സിന് 2 പാർട്ട് ആണുള്ളത്. ഒന്ന് F0യും F1ഉം. ഇതിൽ F0 എന്ന് പറയുന്ന പാർട്ട് മെംബ്രെയിനിൽ ഇങ്ങനെ എംബഡ് ചെയ്ത് കിടക്കുന്ന പാർട്ടാണ്. അതൊരു ചാനലാണ്. ഈ പ്രോട്ടോൺ അയോണിന് പുറത്തേക്ക് വിടാനുള്ള ഒരു ചാനലാണ്. ഇനി അതുമ്മ തന്നെ അറ്റാച്ച് ചെയ്തുകൊണ്ട് സ്ട്രോമയിലോട്ട് പ്രൊജക്ട് ചെയ്ത് നിൽക്കുന്ന ഒരു ഭാഗമാണ് ഇത് F1. അതാണ് ശരിക്കും പറഞ്ഞാൽ എൻസൈമാറ്റിക് ആക്ടിവിറ്റി ഉള്ള ഭാഗം. F0 പാർട്ടിക്കിള് എക്സ്ട്രാ വരുന്ന H+നെ പുറത്തോട്ട് പമ്പ് ചെയ്തുകൊണ്ടിരിക്കുമ്പോ ഈ പോർഷന്, ഇതിനെയാണ് ശരിക്കും ATP സിന്തസിന് മാർക്ക് ചെയ്തിരിക്കുന്നത്, F1 പോർഷൻ. അതിന് കുറച്ച് കൺഫർമേഷണൽ ചേഞ്ച് വരും. ആൻഡ് ആസ് എ റിസൾട്ട് അത് എന്ത് ചെയ്യും? ADP-നെയും ഇനോർഗാനിക് ഫോസ്ഫേറ്റിനെയും കമ്പൈൻ ചെയ്യിപ്പിച്ചിട്ട് ATP ആയിട്ട് റിലീസ് ചെയ്യും. അപ്പൊ പ്രോട്ടോൺ ഗ്രേഡിയന്റ് ബ്രേക്ക് ചെയ്യുമ്പോൾ ATP ഉണ്ടാകും. പ്രോട്ടോൺ ഗ്രേഡിയന്റ് ബ്രേക്ക് ചെയ്യുന്നത് എങ്ങനെയാ? പ്രോട്ടോണിനെ ATP സിന്തേസ് എന്ന് പറയുന്ന കോംപ്ലക്സിലൂടെ സ്ട്രോമയിലോട്ട് പമ്പ് ചെയ്യുമ്പോൾ ATP സിന്തേസ് അല്ലെങ്കിൽ ഈ പാർട്ടിക്കിളിന് 2 ഇതുണ്ട്, F0യും F1ഉം. F0 ചാനലും F1 ആണ് ദ റിയൽ എൻസൈം എന്ന് പറയുന്നത്. ക്ലിയർ ആണോ? ഓക്കെ ആണോ? ഇപ്പൊ ലൈറ്റ് റിയാക്ഷൻ എന്താ നടന്നത്? ലൈറ്റ് അബ്സോർബ് ചെയ്യുന്നു. ഫോട്ടോ സിസ്റ്റത്തിന്റെ ഫോമിലാണ് പിഗ്മെന്റ്സ് ഇരിക്കുന്നത്. ആദ്യം PS2 എടുക്കുന്നു. ഇലക്ട്രോൺസ് ഇങ്ങനെ പമ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നു. ഐ മീൻ ട്രാൻസ്പോർട്ടഡ് ആയിക്കൊണ്ടിരിക്കുന്നു. ഇലക്ട്രോൺസിന്റെ ട്രാൻസ്പോർട്ട് നടക്കുമ്പോൾ പല രീതിയിലും H+ന്റെ എമൗണ്ട് ലൂമനിൽ കൂടിക്കൊണ്ടിരിക്കുന്നു. അങ്ങനെ ഒരു പ്രോട്ടോൺ ഗ്രേഡിയന്റ് വരുന്നു. ഈ പ്രോട്ടോൺ ഗ്രേഡിയന്റിനെ ബ്രേക്ക് ചെയ്യാൻ വേണ്ടി വേറൊരു കോംപ്ലക്സ് ഉണ്ട് നമ്മുടെ കയ്യിൽ. ആ കോംപ്ലക്സിന് ഒരു ആക്ടിവിറ്റി ഉണ്ട്, അതാണ് എൻസൈമാറ്റിക് ആക്ടിവിറ്റി. ATP പ്രൊഡ്യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നു. ഇത്രയും ഓക്കെ ആണോ? ഇങ്ങനെ ഇലക്ട്രോൺ ട്രാൻസ്പോർട്ട് നടക്കുമ്പോൾ പ്രോട്ടോൺ ഗ്രേഡിയന്റ് ഫോം ചെയ്യുകയും അത് ബ്രേക്ക് ചെയ്യുമ്പോൾ ATP ഉണ്ടാക്കുകയും ആ ഒരു കോൺസെപ്റ്റിനെ പറയുന്ന പേരാണ് കെമിയോസ്മോട്ടിക് ഹൈപ്പോത്തസിസ്. കെമിയോസ്മോട്ടിക് ഹൈപ്പോത്തസിസ്.
ഞാൻ ഇത്രയും പറഞ്ഞ കാര്യങ്ങൾ സ്റ്റേറ്റ്മെന്റുകളായിട്ടൊന്ന് വായിക്കാം കേട്ടോ നമുക്ക്. ഇനി നിങ്ങൾ ടെക്സ്റ്റും കൂടി വായിച്ചു നോക്കണേ. ഒന്ന് വായിച്ചു നോക്കാം. ഇലക്ട്രോൺ ട്രാൻസ്പോർട്ട് ആണ് പറയാൻ പോകുന്നത്. ഇൻ PS2 the reaction center chlorophyll A molecule absorbs 680 nanometer. ശരിയാണോ? ഇത് അബ്സോർബ് ചെയ്യാൻ പോകുന്നത് 680 nanometer അല്ലേ? Causing electrons to become excited and jump into an orbit farther from the atomic nucleus. These electrons are picked up by electron acceptor, which passes them to electron transport system consisting of cytochromes. Electron transporting system cytochrome ഉണ്ടെന്ന് പറഞ്ഞിരുന്നു. നമ്മൾ ഇവിടെ കണ്ടു cytochrome B6F കണ്ടു. Okay. ഇനി അടുത്തത്. The electrons are not used up as they pass through the electron transport chain, but are passed on to the pigments of photosystem 1. ഇലക്ട്രോൺസിനെ ട്രാൻസ്ഫർ ചെയ്ത് അത് യൂസ്ഡ് ആകുന്നില്ല. അത് അവസാനം എവിടോട്ടാ പോകുന്നത്? PS1 പോകും. Simultaneously, electrons in the reaction center of PS1 are also excited when they receive wavelength of 700 nanometer and are transferred to another acceptor molecule. ഇവരും എക്സൈറ്റഡ് ആകുന്നുണ്ട്. എപ്പോഴാണ്? 700 നാനോമീറ്ററിലുള്ള ലൈറ്റ് അബ്സോർബ് ചെയ്യുമ്പോൾ ഇലക്ട്രോൺസിനെ അടുത്ത എക്സെപ്റ്ററിലോട്ട് വിടുന്നു. അവസാനം these electrons are then moved to a molecule of energy rich NADP+. അവസാനം അത് എവിടോട്ടാ പോകുന്നത്? NADP+ ലോട്ടാണ് പോകുന്നത്. ഇലക്ട്രോൺസിനെ യൂസ് ചെയ്ത് അത് റെഡ്യൂസ്ഡ് ആകുന്നു. എന്നിട്ട് എന്ത് ഫോം ചെയ്യും? NADPH ഫോം ചെയ്യും. ക്ലിയർ ആണോ? ഇനി PS1 നിന്ന് പോകുന്ന ഇലക്ട്രോൺസിനെ കണ്ടിന്യൂസ് സപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇവിടെ ഒരു വാട്ടർ സ്പ്ലിറ്റിംഗ് നടക്കുന്നത്. വാട്ടർ സ്പ്ലിറ്റിംഗ് നടക്കുമ്പോൾ ഇലക്ട്രോൺസിനെ ഇങ്ങോട്ടേക്ക് എടുക്കും. H+ പ്രോട്ടോൺ ഗ്രേഡിയന്റ് ഉണ്ടാക്കാൻ വേണ്ടി എടുക്കും. ഓക്സിജൻ ഡിഫ്യൂസ് ഔട്ട് ചെയ്ത് പോകും. ഓക്കെ. സ്പ്ലിറ്റിംഗ് ഓഫ് വാട്ടർ അസോസിയേറ്റ് ചെയ്തിരിക്കുന്ന ഏത് കോംപ്ലക്സ് ആയിട്ടാണ്? PS2 ആയിട്ടാണ് നമ്മൾ കണ്ടു. ഓക്കെ. ഇനി ഫോട്ടോ ഫോസ്ഫോർ റിലേഷൻ എന്ന് പറഞ്ഞാൽ എന്താണെന്ന്? ലൈറ്റിന്റെ പ്രസൻസിൽ ATP ഉണ്ടാക്കുന്നതിനെയാണ് ഫോട്ടോ ഫോസ്ഫോർ റിലേഷൻ എന്ന് പറയുന്നത്. ഫോട്ടോ ഇസ് ലൈറ്റ്. Synthesis of ATP from ADP and inorganic phosphate in the presence of light. ATP ഉണ്ടാക്കുന്നതിനെയാണ് phosphorylation എന്ന് പറയുന്നത് ഇവിടെ കേട്ടോ. When the two photosystem work in series, first PS2 then PS1, the process is called non-cyclic. നമ്മൾ ഇപ്പൊ പഠിച്ച റിയാക്ഷൻ, അതായത് ഇവിടെ പഠിച്ചത് ആദ്യം PS2 പിന്നെ PS1 ഇങ്ങനെ ഒരു സീരീസ് ആയിട്ട് വരിക. അത് തന്നെ അവരുടെ റിഡോക്സ് പൊട്ടൻഷ്യലിന്റെ ബേസിസിൽ എഴുതുമ്പോൾ ഒരു Z പോലെ കിട്ടും. അതാണ് നോൺ സൈക്ലിക്. നോൺ സൈക്ലിക് ഫോസ്ഫോറിലേഷൻ നടക്കുമ്പോൾ ATP ഉണ്ടാകുന്നുണ്ട്, NADPH ഉണ്ടാകുന്നുണ്ട്. നമ്മൾ കണ്ടു കഴിഞ്ഞു. ഇനി ഈ പറഞ്ഞ ATP സിന്തസിസ് സൈക്ലിക് ആയിട്ടും നടക്കാം. സൈക്ലിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ PS2 ഇല്ല, PS1 മാത്രമേ ഉള്ളൂ. ലൈറ്റ് റിയാക്ഷൻ രണ്ട് രീതിയിൽ നടക്കാന്ന് ഞാൻ തുടക്കം പറഞ്ഞു, സൈക്ലിക്കും നോൺ സൈക്ലിക്കും. നോൺ സൈക്ലിക് നമ്മൾ ഇപ്പൊ ഇത്ര നേരം ഡീറ്റെയിൽഡ് ആയിട്ട് പഠിച്ചത്. PS2 ഉണ്ട്, PS1 ഉണ്ട്. ഇനി PS2 ഇല്ലാതെ PS1 മാത്രമായിട്ട് നടക്കുമ്പോൾ അതിനെ സൈക്ലിക് ആണെന്ന് പറയും. ഇത് നടക്കുന്നത് സ്ട്രോമ ലാമെല്ലയിലാണ്. സ്ട്രോമ ലാമെല്ല എന്താണെന്ന് നമുക്കറിയാം. നമ്മൾ ഈ ഭാഗം. ഓക്കെ. ഇതിന് കാരണം ഇവിടെ PS2 ഇല്ല. ആ മെംബ്രെയിനിൽ PS2 ഇല്ല. PS2 ഇല്ലെങ്കിൽ പിന്നെ എങ്ങനെ PS2 ഉള്ള റിയാക്ഷൻ നടക്കാം? ഓക്കെ. PS2 ഇല്ല. അത് മാത്രമല്ല നമ്മുടെ ഫൈനൽ സ്റ്റെപ്പിലെ NADP-നെ NADPH ആക്കുക എന്നുള്ളത്, അവിടെ ഒരു എൻസൈം ഉണ്ട്, NADP റിഡക്ടേസ്. ആ എൻസൈമും ഇല്ല. അതുകൊണ്ടാണ് അവിടെ നോൺ സൈക്ലിക് നടക്കാത്തത്. സോ ഓൺലി വെൻ PS1 is functional, the electron is circulated within the photosystem and the phosphorylation occurs due to cyclic flow. It takes place in the stroma lamellae. അതിന് കാരണം അവിടെ PS2 ഇല്ല, NADP റിഡക്ടേസ് എൻസൈമും ഇല്ല. NADP-നെ റെഡ്യൂസ് ചെയ്യാനുള്ള എൻസൈം, അതാണ് NADP റിഡക്ടേസ്, അതും ഇല്ല അവിടെ. അതുകൊണ്ട് തന്നെ അവസാനം ഇലക്ട്രോൺസ് NADP-ലോട്ട് പോവില്ല. P700 എന്നുള്ള ഇലക്ട്രോൺസ് ഒരു അക്സെപ്റ്ററിലോട്ട് വരും, ഇലക്ട്രോൺ ട്രാൻസ്പോർട്ടിലോട്ട് പോവും, പിന്നെ തിരിച്ച് 700-ലോട്ട് തന്നെ വരും. ഇലക്ട്രോൺസ് വേറെ എവിടേക്കും പോവില്ല, സൈക്ലിക് ആയിട്ട് ഇങ്ങനെ പമ്പ് ചെയ്തുകൊണ്ടിരിക്കും. ഓക്കെ. ഇതുകൊണ്ട് തന്നെ ATP ഉണ്ടാകുന്നുണ്ട്, NADPH ഉണ്ടാകുന്നില്ല. നോൺ സൈക്ലിക്കിലെ ATPയും NADPH ഉണ്ടാകുന്നുണ്ട്. അതാണ് നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് പഠിച്ചത്. സൈക്ലിക്കിലെ ATP മാത്രമേ ഉണ്ടാവുന്നുള്ളൂ, NADPH ഉണ്ടാകുന്നില്ല. ഓക്കെ ആണോ? ഇനി കെമിയോസ്മോട്ടിക് ഹൈപ്പോത്തസിസ് നമ്മൾ പറഞ്ഞു കേട്ടോ, എങ്ങനെയാണ് ATP ഉണ്ടാകുന്നത് എന്നുള്ളത് എക്സ്പ്ലനേഷൻ. ATP synthesis is linked to development of a proton gradient across a membrane. ഇത് കഴിഞ്ഞ കൊല്ലം ചോദിച്ച ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. ഒരു കെമിയോസ്മോട്ടിക് ഹൈപ്പോത്തസിസ് അല്ലെങ്കിൽ കെമിയോസ്മോസിസ് നടക്കണമെങ്കിൽ എന്തൊക്കെ വേണം? ഒരു മെംബ്രെയിൻ വേണം, തൈലക്കോയിഡ് മെംബ്രെയിൻ, പ്രോട്ടോൺ പമ്പ് വേണം, പ്രോട്ടോൺ ഗ്രേഡിയന്റ് വേണം, ATP സിന്തസിസ് വേണം. ഇത് കഴിഞ്ഞ കൊല്ലത്തെ ക്വസ്റ്റ്യൻ ആണ്. നമ്മളിപ്പോ ഇവിടെ പറഞ്ഞില്ലേ
ആദ്യം പ്രോട്ടോൺ ഗ്രേഡിയന്റ് ഉണ്ടാക്കണം. അതായത് ആദ്യം ലൂമനിൽ പ്രോട്ടോൺ വന്നിങ്ങനെ അക്യുമുലേറ്റ് ചെയ്യണം. അതിനൊരു പ്രോട്ടോൺ പമ്പ് വേണം. പിന്നെ എന്ത് ചെയ്യണം? അതിനെ ബ്രേക്ക് ചെയ്യാൻ വേറൊരാൾ വേണം. ഒരു മെംബ്രെയിൻ വേണം. ഇത്രയും കാര്യങ്ങൾ ഉണ്ടെങ്കിൽ മാത്രമേ എന്ത് നടക്കുള്ളൂ? കെമിയോസ്മോസിസ് നടക്കുള്ളൂ കേട്ടോ. ഇത് കഴിഞ്ഞ പോലത്തെ ക്വസ്റ്റൻ ആണ്. വാട്ട് ഈസ് റിക്വയർഡ് ഫോർ എ കെമിയോസ്മോസിസ്? വാട്ട് കോസസ് പ്രോട്ടോൺ ഗ്രേഡിയന്റ്? ഞാൻ മൂന്ന് കാര്യങ്ങൾ പറഞ്ഞു. ഒന്ന്, സ്പ്ലിറ്റിംഗ് ഓഫ് വാട്ടർ നടക്കുന്നത് തൈലക്കോയിഡിലാണ്. വാട്ടർ സ്പ്ലിറ്റിംഗ് അവിടെ ആയതുകൊണ്ട് ഹൈഡ്രജൻ അയോൺസ് ഒന്ന് അക്യുമുലേറ്റ് ചെയ്യുന്നത് ലൂമനിലായിരിക്കും. ഇനി അതിനുശേഷം പ്ലാസ്റ്റോക്വിനോണിന്റെ റിഡക്ഷൻ നടക്കുമ്പോൾ ഒരു H+ സ്ട്രോമയിൽ നിന്ന് എടുക്കുന്നുണ്ട്. അത് പിന്നെ റിലീസ് ആവുമ്പോൾ ലൂമനിലോട്ടാണ്. NADP-യുടെ റിഡക്ഷൻ നടക്കുമ്പോൾ ഒരു പ്രോട്ടോൺ ആവശ്യമുണ്ട്. അതിനെ എടുക്കുന്നത് സ്ട്രോമയിൽ നിന്നാണ്. സോ ഓൾ ടുഗെദർ ഇതെല്ലാം കഴിയുമ്പോൾ സ്ട്രോമയിൽ H+ കുറയും, ലൂമനിൽ H+ കൂടും. അങ്ങനെ ഒരു പ്രോട്ടോൺ ഗ്രേഡിയന്റ് വരും. ഓക്കെ ആണോ? ഇനി ATP സിന്തേസിന്റെ കാര്യമാണ്. F0 F1. F0 അവരുടെ ചാനലും F1 അവിടുത്തെ റിയൽ എൻസൈമും ആണ്. ക്ലിയർ ആണോ? ഇതിന്റെ ആൻസർ പറഞ്ഞ വേഗം പറ. Which of the following is not recording the release of energy during ATP synthesis through chemiosmosis? Okay, come on, quick. വേഗം പറ. ഓക്കെ, ആൻസർ പറ. ഞാൻ നോക്കിയത് അവിടെ ആരൊക്കെ ഉണ്ടെന്നും. ഹലോ, അവിടെ ആരെങ്കിലും ഉണ്ടോ? അബ്രാമി, ഫൈസ, ഫറ. Which one of the following is not true regarding the release of energy during ATP synthesis through chemiosmosis? ഒന്നോ രണ്ടോ ക്വസ്റ്റ്യൻസ് ആണ് ഈ ചാപ്റ്ററിൽ നിന്ന് വരാറ് കേട്ടോ. വേഗം ആൻസർ പറ, എന്നിട്ട് വേണമെങ്കിൽ ഡാർക്ക് റിയാക്ഷനിലേക്ക് പോവാൻ. Is there anybody? ഏതാണ്? ഓക്കെ, ഇവിടെ ചോദിച്ചിരിക്കുന്നത് എന്താ? കെമിയോസ്മോസിസ് ആണ്. എ അല്ലേ ഇപ്പൊ വരിക? കെമിയോസ്മോസിസിൽ വരുന്നത് നമ്മൾ എന്താ? ATP പ്രൊഡക്ഷൻ ഇല്ലേ? ലൈറ്റ് റിയാക്ഷൻ നടക്കുമ്പോൾ ATP ഉണ്ടാകുന്നുണ്ട്. ഇലക്ട്രോൺ ട്രാൻസ്പോർട്ട് നടക്കുമ്പോൾ ATP ഉണ്ടാകുന്നുണ്ട്. അത് എങ്ങനെയാണെന്നുള്ള എക്സ്പ്ലനേഷൻ, അതാണ് കെമിയോസ്മോട്ടിക് ഹൈപ്പോത്തസിസ് തിയറി എന്ന് പറയുന്നത്. കെമിയോസ്മോസിസിൽ പറയുന്നത് ATP ഉണ്ടാകുന്നത് പ്രോട്ടോൺ ഗ്രേഡിയന്റിനെ ബ്രേക്ക് ചെയ്യുമ്പോഴാണ്. അല്ലാതെ ഇലക്ട്രോൺ ഗ്രേഡിയന്റിനെ ബ്രേക്ക് ചെയ്യുമ്പോഴാണോ? അല്ലല്ലോ, അല്ല. പ്രോട്ടോൺസ് മെംബ്രെയിനിൽ നിന്നും സ്ട്രോമയിലോട്ട് പോകുമ്പോഴാണ് ഇലക്ട്രോൺസ് ഇതുണ്ടാകുന്നത്, എനർജി ഉണ്ടാകുന്നത്. ശരിയല്ലേ? അക്രോസ് ദ മെംബ്രെയിൻ ടു ദ സ്ട്രോമയിലോട്ട് പ്രോട്ടോൺസ് പമ്പ് ചെയ്യുമ്പോഴാണ് എനർജി ഉണ്ടാകുന്നത്. ശരിയല്ലേ? മൂവ്മെന്റ് ഓഫ് പ്രോട്ടോൺ അക്രോസ് ദ മെംബ്രെയിൻ ടു ദ സ്ട്രോമ. റിഡക്ഷൻ ഓഫ് NADP to NADPH on the stroma side of the membrane. ശരിയാണ്. പ്രോട്ടോൺ ഗ്രേഡിയന്റ് ഉണ്ടാകാനുള്ള ഒരു കാരണം ഇതാണ്. NADP NADPH ആകുന്നത് എവിടെയാണ്? സ്ട്രോമയിലാണ്. സ്ട്രോമയിലല്ല, സ്ട്രോമ സൈഡിലാണ്. ശരിയല്ലേ? അത്രേ ഉള്ളൂ. അപ്പൊ ഇവിടെ പ്രോട്ടോൺ ഗ്രേഡിയന്റ് ബ്രേക്ക് ഡൗൺ ഈസ് വെരി ഇമ്പോർട്ടന്റ്. ഇവിടെ നമുക്ക് ആവശ്യമില്ലാത്ത എന്താണ്? ഇലക്ട്രോൺ ട്രാൻസ്പോർട്ട് നടക്കുന്നുണ്ട്, പക്ഷെ ഇലക്ട്രോൺ ഗ്രേഡിയന്റിന്റെ ഒരു ബ്രേക്ക് ഡൗൺ അവിടെ നടക്കുന്നുണ്ടോ? ഇല്ല. ഓക്കെ. പ്ലാസ്റ്റോക്വിനോൺ ഫെസിലിറ്റേറ്റ് ദ ട്രാൻസ്ഫർ ഓഫ് ഇലക്ട്രോൺസ് ഫ്രം. പ്ലാസ്റ്റോക്വിനോൺ എവിടെ നിന്ന് എവിടോട്ടാണ് ഇലക്ട്രോൺസിന്റെ ട്രാൻസ്ഫർ നടത്തുന്നത്? ആലോചിച്ച് നോക്കിയേ. ആദ്യം വരുന്നത് ആരാ നോക്കിയേ? ഈ നോൺ സൈക്ലിക് PS2-ൽ നിന്നല്ലേ ആദ്യം വരുന്നേ? ഇതാ പ്ലാസ്റ്റോക്വിനോൺ. ആർക്കിടയിൽ നിൽക്കുന്നതാ? PS2-വിനും സൈറ്റോക്രോം B6F-നും. ശരിയല്ലേ? PS2 to cytochrome B6F. ഇതല്ലേ ആൻസർ വരിക? Okay. Which of the following is not a product of light reaction? ATP ഉണ്ടാകുന്നുണ്ടോ? ഇത്ര നേരം ATP ഉണ്ടാക്കിയില്ലേ നമ്മൾ കെമിയോസ്മോസിസ് വഴി? NADPH ഉണ്ടാകുന്നുണ്ട്, ഓക്സിജൻ ഉണ്ടാകുന്നുണ്ട്. ഉണ്ടാകാത്തത് ആരാ? ഇതാണ് ഞാൻ തെറ്റിക്കരുന്ന് പറയുന്നത്. NADH വേറെയാണ്, NADPH വേറെയാണ് കേട്ടോ. NADH നമ്മൾ ഇനി അടുത്ത ചാപ്റ്ററിൽ പഠിക്കും. During chemiosmosis, ATP is formed when protons move from. എപ്പോഴാണ് ATP ഉണ്ടാകുന്നത്? എവിടെ നിന്ന് എവിടോട്ട് പ്രോട്ടോൺസ് മൂവ് ചെയ്യുമ്പോഴാണ്? പറഞ്ഞോ, തെറ്റിയാലും ഡസന്റ് മാറ്റർ. നിങ്ങൾക്ക് കൺഫ്യൂഷൻ വരാൻ സാധ്യതയുള്ളത് ഈ രണ്ട് ആൻസർ ആണ്. ഇവര് തമ്മിലല്ലേ കൺഫ്യൂഷൻ വരുള്ളൂ. ബാക്കിയുള്ളവരെയൊന്നും പറ്റി ആലോചിക്കേ വേണ്ടല്ലോ. ഇതിൽ ഏതായിരിക്കും ഇപ്പോ?
ATP പ്രോട്ടോൺ ഗ്രേഡിയന്റ് ഉണ്ടാകാൻ കാരണം ഇലക്ട്രോൺ ട്രാൻസ്പോർട്ട് നടക്കുമ്പോൾ ലൂമനിൽ കൂടും, സ്ട്രോമയിൽ കുറയും അല്ലേ? അവസാനം അത് ബ്രേക്ക് ചെയ്യുമ്പോഴല്ലേ ATP ഉണ്ടാകുന്നത്. അപ്പൊ എവിടെന്ന് എവിടോട്ട് പോകുമ്പോഴാ? ഇത് നോക്കിട്ട് പറ, എവിടെന്ന് എവിടോട്ട് പോകുമ്പോഴാണ് ATP ഉണ്ടാകുന്നത്? യെസ്, ലൂമനിൽ നിന്ന് സ്ട്രോമയിലോട്ട്. ശരിയല്ലേ? ATP ഉണ്ടാകുന്നത് എപ്പോഴാ? ലൂമനിൽ നിന്ന് സ്ട്രോമയിലോട്ട് ത്രൂ ATP സിന്തേസ് പ്രോട്ടോൺസ് മൂവ് ചെയ്യുമ്പോൾ. ശരിയല്ലേ? ആ, NADP റിഡക്റ്റേസ് എൻസൈം എവിടെ ഇരിക്കുന്നതെന്ന്? NADP റിഡക്റ്റേസ് എൻസൈം സ്ട്രോമ സൈഡിലാണോ ലൂമൻ സൈഡിലാണോ? NADP റിഡക്റ്റേസ് എന്ന് പറഞ്ഞാൽ NADP നെ റെഡ്യൂസ് ചെയ്യാനുള്ള എൻസൈം എവിടെ ഇരിക്കണേ? ഇതേ ഇരിക്കണോ ആള്? സ്ട്രോമ സൈഡിലാണോ ലൂമൻ സൈഡിലാണോ? സ്ട്രോമ സൈഡിൽ. ക്വസ്റ്റ്യൻസ് വരുന്നത് ഇങ്ങനെയാണ് കേട്ടോ. അതറിയാൻ വേണ്ടിയിട്ടാണ് ഞാൻ കുറച്ച് റെപ്രസെന്റേറ്റീവ് ക്വസ്റ്റ്യൻസ്, ഈ ക്വസ്റ്റ്യൻസിന് തന്നെ തിരിച്ച് മറിച്ചൊക്കെ ആയിരിക്കും നിങ്ങളോട് ചോദിക്കാം. ആ പ്രോട്ടോൺ ഗ്രേഡിയന്റ് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഓക്കെ ആണോ? ഓക്കെ, ഇനി അടുത്തത് ഞാൻ സ്പീഡിൽ പോവാണ്, കാരണം അടുത്തത് ഇനി റെസ്പിറേഷൻ എന്ന് പറയുന്ന ഒരു ചാപ്റ്റർ ആണ്. എല്ലാ റിയാക്ഷനും കൂടി നിങ്ങൾ തന്നെ ഓടിപ്പിക്കും. ഓക്കെ, നെക്സ്റ്റ് നമ്മളിപ്പോ എല്ലാം ഓക്കെ ആക്കി വെച്ചു. ലൈറ്റ് എനർജീനെ എടുത്ത് കെമിക്കൽ ആക്കി മാറ്റി വെച്ചു. ഏതൊക്കെ കെമിക്കല്? ATPയും NADPH ആക്കി മാറ്റി. ശരിയല്ലേ? ഇനി എന്തുണ്ടാക്കണം? കാർബോഹൈഡ്രേറ്റ് ഉണ്ടാക്കണം. ഈ കാർബോഹൈഡ്രേറ്റ് ഉണ്ടാക്കുക എന്നുള്ളത് എല്ലാ പ്ലാന്റിലും നടക്കുന്നുണ്ട്. ഗ്രീൻ പ്ലാന്റ്സിൽ നടക്കുന്നുണ്ട്. എല്ലാ ഗ്രീൻ പ്ലാന്റ്സിലും നമ്മൾ പറയുന്നുണ്ട് ഓട്ടോട്രോഫിക് ആയിട്ടുള്ളത്. 2 റിയാക്ഷൻ സൈക്കിൾസ് ആണ് ഇതിനുള്ളത്. ഒന്നുകിൽ ഇത് അല്ലെങ്കിൽ അത്. ഓക്കെ, ഒന്ന് കാൽവിൻ സൈക്കിള്, അതിനെ പറയുന്ന വേറെ പേരാണ് C3 സൈക്കിള്. നെക്സ്റ്റ് വരുന്നത് C4 സൈക്കിൾ ആണ്. ഓക്കെ, ഇനി ഞാൻ പറയുന്നത് ശ്രദ്ധിക്കുക. എല്ലാ പ്ലാന്റ്സിലും മെയിൻ ബയോസിന്തറ്റിക് പാത്വേ, മെയിൻ ഷുഗർ പ്രൊഡ്യൂസ് ചെയ്യുന്ന പാത്വേ എന്ന് പറയുന്നത് കാൽവിൻ സൈക്കിൾ ആണ്, C3 സൈക്കിൾ ആണ്. ഏത് ഗ്രീൻ പ്ലാന്റ്സ് ആണെങ്കിലും അതിന്റെ മെയിൻ ബയോസിന്തറ്റിക് പാത്വേ അല്ലെങ്കിൽ എല്ലാ പ്ലാന്റിലും എന്തുണ്ട്? C3 സൈക്കിൾ ഉണ്ട്, കാൽവിൻ സൈക്കിൾ ഉണ്ട്. ആദ്യത്തെ ലൈൻ കണ്ടോ? It occurs in all photosynthetic plants. ഇതിന്റെ കംപ്ലീറ്റ് റിയാക്ഷൻ കാര്യങ്ങളൊക്കെ ഇലിസിറേറ്റ് ചെയ്തത് മെൽവിൻ കാൽവിൻ എന്ന് പറയുന്ന സയന്റിസ്റ്റ് ആണ്. സോ അദ്ദേഹത്തിന്റെ പേരിൽ അതിനെ കാൽവിൻ സൈക്കിൾ എന്ന് പറയും. ഇനി എന്തുകൊണ്ടാണ് ഇതിനെ C3 സൈക്കിൾ എന്ന് പറയാൻ കാരണം അത് പറഞ്ഞുതരാം. ഇവിടെ നടക്കാൻ പോകുന്ന കാര്യം എന്താ? അതൊന്നും ആലോചിച്ച് എന്നിട്ട് വേണം നമുക്ക് ബാക്കി കാര്യങ്ങൾ. കാർബൺ ഡൈ ഓക്സൈഡിനെ എടുക്കാൻ പോവുകയാണ്. ഇത്രയും നേരം നമ്മൾ ഫോട്ടോസിന്തസിസിൽ ഇദ്ദേഹത്തിന്റെ കാര്യം പറഞ്ഞിട്ടില്ല. കാർബൺ ഡൈ ഓക്സൈഡിനെ എടുക്കുന്നു, അതിനെ എന്താക്കി മാറ്റുന്നു? കാർബോഹൈഡ്രേറ്റ് ആക്കി മാറ്റുന്നു, ഷുഗർ ആക്കി മാറ്റുന്നു. അതാണ് ഇവിടെ നടക്കാൻ പോകുന്നത്. ക്ലിയർ ആണോ? ഈ കാർബോഹൈഡ്രേറ്റിനെ എവിടെ നിന്ന് കിട്ടും? അറ്റ്മോസ്ഫിയറിൽ നിന്ന് കിട്ടും. ശരിയല്ലേ? ഓക്കെ, ഇനി ഈ കാർബോഹൈഡ്രേറ്റ് ഈ കാർബൺ ഡൈ ഓക്സൈഡിനെ ആരാണ് ഫസ്റ്റ് ആക്സെപ്റ്റ് ചെയ്യാൻ പോകുന്നതെന്നാണ് അറിയേണ്ടത്. ഒരു പ്ലാന്റിന്റെ ബോഡിയില്, ലീഫില് ഏത് സെല്ലാണ്, ആ സെല്ലിൽ ആരാണ് ഈ പറയുന്ന കാർബൺ ഡൈ ഓക്സൈഡിനെ ആദ്യം എടുക്കാൻ പോകുന്നതെന്നാണ് പറയുന്നത്. ദ പ്രൈമറി, നമ്മൾ C3 സൈക്കിൾ ആണ് ആദ്യം പറയുന്നത്. പ്രൈമറി കാർബൺ ഡൈ ഓക്സൈഡ് ആക്സെപ്റ്റർ. പ്രൈമറി കാർബൺ ഡൈ ഓക്സൈഡ് ആക്സെപ്റ്റർ എന്താ അർത്ഥം? ഒരു പ്ലാന്റ്, അതിന്റെ ലീഫ്, ആ ലീഫില് കുറെ മീസോഫിൽ സെൽസ് ഉണ്ടെന്ന് നമുക്കറിയാം. ആ സെൽസില് ഇവിടെ കുറെ സെൽസ് ഉണ്ട്. ഈ സെൽസില് ഒരാള് അല്ലെങ്കിൽ ഈ സെൽസിലോട്ടാണ് കാർബൺ ഡൈ ഓക്സൈഡിനെ എടുക്കുന്നത്. ആരാണ് കാർബൺ ഡൈ ഓക്സൈഡിനെ എടുക്കാൻ പോകുന്നത്? ഫസ്റ്റ് കെമിക്കൽ മോളിക്യൂൾ ആരാണ്? അതിന്റെ പേരാണ് RUBP. അദ്ദേഹത്തിന്റെ ഫുൾ നെയിം നോക്കുക, റിബുലോസ് ബിസ്ഫോസ്ഫേറ്റ്. RUBP. റിബുലോസ് ഒരു കീറ്റോസ് ഷുഗർ ആണ്. നിങ്ങൾ കെമിസ്ട്രി +2 പഠിച്ചിട്ടുണ്ടോ? മാൽഡോസും കീറ്റോസും. ഒരു 5 കാർബൺ ഷുഗർ ആണ് റിബുലോസ് എന്ന് പറയുന്നത്. അതിൽ 2 ഫോസ്ഫേറ്റും ഉണ്ട്. അപ്പൊ അത് റിബുലോസ് bisphosphate ആയി, RUBP. So the first carbon dioxide acceptor in C3 cycle is RUBP, which is a 5 carbon compound. എന്നിട്ട് ഉണ്ടാകാൻ പോകുന്ന പ്രൊഡക്റ്റ് ഒരു 3 carbon compound ആണ്. And that 3 carbon compound is called phosphoglyceric acid, PGA.
ഫോസ്ഫോഗ്ലിസറിക് ആസിഡ്. പേരുകളൊക്കെ പഠിക്കണം കേട്ടോ. ഇറ്റ്സ് എ 3 കാർബൺ കോമ്പൗണ്ട്. അതുകൊണ്ടാണ് ഇതിനെ എന്ത് വിളിക്കുന്നത്? C3 സൈക്കിൾ എന്ന് പറയുന്നത്. കാരണം ഫസ്റ്റ് പ്രൊഡക്റ്റ് ഫോം ചെയ്യുന്നത് ഒരു 3 കാർബൺ കോമ്പൗണ്ട് ആണ്. സോ ഇറ്റ് C3 സൈക്കിൾ. ക്ലിയർ ആണോ? സോ ഡാർക്ക് റിയാക്ഷൻ ആണ് നമ്മൾ പഠിക്കുന്നത്. ലൈറ്റ് റിയാക്ഷനിൽ ഉണ്ടാക്കിയിട്ടുള്ള ATPയും NADPHും യൂസ് ചെയ്ത് ഹൗ കാർബോഹൈഡ്രേറ്റ് ഈസ് ബീങ് ഫോംഡ് ഹിയർ. സോ ഈ റിയാക്ഷൻസിലാണ് കാർബൺ ഡൈ ഓക്സൈഡിന്റെ ആവശ്യം വരുന്നത്. പ്ലാന്റിന്റെ ലീഫില് ഫസ്റ്റ് ആരാണ് ഈ കാർബൺ ഡൈ ഓക്സൈഡിനെ ഫിക്സ് ചെയ്യുന്നത്? ഹു ആക്സെപ്റ്റ് the carbon dioxide from the atmosphere? It's a chemical molecule. Here in this case, it is a 5 carbon compound RUBP and form the first product, that is 3 carbon product PGA. Clear ആണോ? ഇതാണ് ആദ്യം നടക്കുന്ന റിയാക്ഷൻ. കാണുന്നുണ്ടോ? C3 സൈക്കിൾ ആണ് നമ്മൾ പഠിക്കുന്നത് കേട്ടോ. Biosynthetic phase, the main biosynthetic phase in all photosynthetic plants, Calvin cycle or C3 cycle. That is what we are learning now. ഫസ്റ്റ് സ്റ്റെപ്പില് ഫസ്റ്റ് കാർബൺ ഡൈ ഓക്സൈഡ് ആക്സെപ്റ്റർ ആരെന്നാ പറഞ്ഞേ? RUBP അറ്റ്മോസ്ഫിയറിലുള്ള കാർബൺ ഡൈ ഓക്സൈഡിനെ എടുക്കുന്നു. എന്നിട്ട് എന്ത് ഫോം ചെയ്യുന്നു? PGA ഫോം ചെയ്യുന്നു. ഇനി 5 കാർബൺ കോമ്പൗണ്ട് ആണെന്ന് പറഞ്ഞു. ആര്? നമ്മുടെ RUBP. കാർബൺ ഡൈ ഓക്സൈഡിൽ എത്ര കാർബൺ ഉണ്ട്? 1 കാർബൺ ഉണ്ട്. എന്നിട്ട് ഉണ്ടാകുന്ന പ്രൊഡക്റ്റ് എത്ര കാർബൺ ആണെന്ന് നമ്മൾ പറഞ്ഞേ? 3 കാർബൺ ആണെന്ന് പറഞ്ഞു. അപ്പൊ ആ ടാലി ആവുന്നുണ്ടോ? ടോട്ടൽ 6 കാർബൺ ആണ് റിയാക്ടന്റിന്റെ സൈഡിലുള്ളത്. പ്രൊഡക്റ്റിന്റെ സൈഡിൽ എത്ര ഉണ്ട്? 3 ഉള്ളൂ. അപ്പൊ എത്ര മോളിക്യൂൾ ഉണ്ടായിട്ടുണ്ടാകും ഇവിടെ? 2 മോളിക്യൂൾ ഉണ്ടായിട്ടുണ്ടാവില്ലേ? നല്ല കണക്ക് ശരിയാവുള്ളൂ. ക്ലിയർ ആണോ? ക്ലിയർ ആണോ? ക്ലിയർ ആണോ? അതായത് RUBP is a 5 carbon compound. It combines with a 1 carbon compound, carbon dioxide, to give 3 carbon compound. 3 കാർബൺ ഉള്ള സ്കെൽട്ടനില് 3 കാർബൺ ഉള്ള ഒരു കോമ്പൗണ്ട് ഉണ്ടാവുന്നതാണ് ഫോസ്ഫോഗ്ലിസറിക് ആസിഡ്. അതുകൊണ്ട് തന്നെ അതിന്റെ 2 മോളിക്യൂൾ ഉണ്ടായിട്ടുണ്ടാവും. ഈ സ്റ്റെപ്പിനെ പറയുന്ന പേരാണ് കാർബോക്സിലേഷൻ. C3 സൈക്കിളില് മെയിൻ ആയിട്ട് 3 സ്റ്റേജ് ആണ് പറയാ: കാർബോക്സിലേഷൻ, റിഡക്ഷൻ, റീജനറേഷൻ. ഇതാണ് സൈക്കിള്. ഇപ്പൊ കാർബോക്സിലേഷൻ ആണ് നമ്മളിപ്പോ കണ്ടത്. കാർബൺ ഡൈ ഓക്സൈഡും റിബുലോസ് 1,5 ബിസ്ഫോസ്ഫേറ്റും കമ്പൈൻ ചെയ്യുന്നു. അതാണ് കാർബോക്സിലേഷൻ. എന്നിട്ട് ഉണ്ടാകുന്ന മോളിക്യൂൾ ഏതാണ്? ഫോസ്ഫോഗ്ലിസറിക് ആസിഡ്. നമ്പർ ശരിയാവണമെങ്കിൽ 2 മോളിക്യൂൾ ഇവിടെ ഉണ്ടായിട്ടുണ്ട്. ക്ലിയർ ആണോ? ഇതൊരു എൻസൈമാറ്റിക് റിയാക്ഷൻ ആണ്. ഇവിടെ എൻസൈം ഇൻവോൾവ് ആണ്. ആ എൻസൈമിന്റെ പേരാണ് റുബിസ്കോ. ഇദ്ദേഹമാണ് മോസ്റ്റ് അബൻഡന്റ് എൻസൈം ഇൻ ദ വേൾഡ്. നിങ്ങൾ ചിലപ്പോൾ ബയോമോളിക്യൂൾ പഠിച്ചിട്ടുണ്ടോ? റുബിസ്കോ. റിബുലോസ് 1,5 ബിസ്ഫോസ്ഫേറ്റിനെ RUBPനെ കാർബോക്സിലേസ് ചെയ്യുന്ന എൻസൈം. കാർബോക്സിലേസ് എന്ന് പറഞ്ഞാൽ കാർബൺ ഡൈ ഓക്സൈഡ് ആഡ് ചെയ്യുന്ന എൻസൈം. ഇതിന് കാർബോക്സിലേസ് ആക്ടിവിറ്റി മാത്രമല്ല, ഓക്സിജനൈസ് ആക്ടിവിറ്റിയും കൂടി ഉണ്ട്. ഓക്സിജനെ ആഡ് ചെയ്യാനുള്ള ആക്ടിവിറ്റിയും കൂടി ഉണ്ട്. അതുകൊണ്ടാണ് ഇതിനെ റുബിസ്കോ എന്ന് പറയുന്നത്. RUBP, കാർബോക്സിലേസ് ഓക്സിജനേസ്, RUBP. അടുത്ത സ്റ്റെപ്പ് റിഡക്ഷൻ സ്റ്റെപ്പ് ആണ്. ആർക്കാണ് റിഡക്ഷൻ നടക്കുന്നത്? ഫോസ്ഫോഗ്ലിസറേറ്റിന് റിഡക്ഷൻ നടക്കും. അത് ഒറ്റ റിയാക്ഷൻ ഒന്നല്ല, സീരീസ് ഓഫ് റിയാക്ഷൻ ആണ്. റിഡക്ഷൻ ഡ്യൂറിംഗ് വിച്ച് കാർബോഹൈഡ്രേറ്റ് is formed at the expense of photochemically made ATP and NADPH. ഫോസ്ഫോഗ്ലിസറേറ്റ് എന്ന് പറയുന്ന സംഭവത്തിന് റിഡക്ഷൻ നടന്ന് അതൊരു കാർബോഹൈഡ്രേറ്റ് ആയിട്ട് മാറും. ഈ സ്റ്റെപ്പ് നിങ്ങൾക്ക് ഈ ദ ഹോൾ സെറ്റ് ഓഫ് റിയാക്ഷൻസിന്റെ ഒരു ഔട്ട്ലൈൻ മാത്രമേ നിങ്ങൾക്ക് കൊടുത്തിട്ടുള്ളൂ. നിങ്ങളപ്പോ അത് മാത്രം നോക്കാം. ഫോസ്ഫോഗ്ലിസറേറ്റിന് റിഡക്ഷൻ നടന്ന് ഒരു സീരീസ് ഓഫ് റിയാക്ഷൻസ് നടന്ന് അത് ഷുഗർ ആയിട്ട് മാറാം. ഈ സ്റ്റെപ്പിലാണ് ATPയുടെയും NADPHയുടെയും ആവശ്യം വരുന്നത്. ATPയുടെയും NADPHയുടെയും ആവശ്യം വരുന്നത്. യു ക്യാൻ സീ ദാറ്റ്. ഇനി ഒരു ഫോസ്ഫോഗ്ലിസറേറ്റ് മോളിക്യൂളിന് എത്ര ATP വെച്ച് വേണം നോക്കി നോക്കിയേ. ഒരു ATPയും ഒരു NADPHും ആണ് വേണ്ടത്. ഒരു ഫോസ്ഫോഗ്ലിസറേറ്റ് മോളിക്യൂളിന് ഒരു ATPയും ഒരു NADPHും വേണം. ഓക്കെ. അടുത്ത തേർഡ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് റീജനറേഷൻ ആണ്. റീജനറേഷൻ ഓഫ് ഹൂം? ഒരാൾ വീണ്ടും ഉണ്ടാവുകയാണ്. RUBP ആണ് പ്രൈമറി കാർബൺ ഡൈ ഓക്സൈഡ് ആക്സെപ്റ്റർ. അദ്ദേഹം റീജനറേറ്റ് ചെയ്യണം, എന്നാലാണ് ഈ സൈക്കിൾ കണ്ടിന്യൂ ചെയ്തു പോവുള്ളൂ. അപ്പൊ കാൽവിൻ സൈക്കിളിന്റെ ഫൈനൽ സ്റ്റെപ്പ് എന്ന് പറയുന്നത് റീജനറേഷൻ ഓഫ് RUBP ആണ്. സോ ദാറ്റ് ദ സൈക്കിൾ വിൽ കണ്ടിന്യൂ. ഈ റീജനറേഷൻ സ്റ്റെപ്പിനും ഒരു ATP ആവശ്യമാണ്. ഓക്കെ. സോ കാർബോഹൈഡ്രേറ്റിന്റെ പ്രൊഡക്ഷൻ ആണ് പറയുന്നത്. എല്ലാ പ്ലാന്റിലും കാർബോഹൈഡ്രേറ്റിന്റെ പ്രൊഡക്ഷൻ നടക്കാൻ വേണ്ടി ഒരു സൈക്കിൾ ഉണ്ട്. അതാണ് C3 സൈക്കിൾ. കാൽവിൻ എന്ന് പറയുന്ന സയന്റിസ്റ്റ് ആണ് ഇത് ഫസ്റ്റ് കൊണ്ടുവന്നത്. അതുകൊണ്ട് അതിനെ കാൽവിൻ സൈക്കിൾ എന്ന് പറയും. 3 സ്റ്റേജ് ആണ് ഇതിലുള്ളത്: കാർബോക്സിലേഷൻ, റിഡക്ഷൻ, റീജനറേഷൻ.
Carboxylation, reduction, regeneration. Primary carbon dioxide acceptor ഏതാന്ന് പഠിക്കണം. That is RUBP. Carbon dioxide accept ചെയ്തിട്ടുണ്ടാകുന്ന first product ഏതാന്ന് പഠിക്കണം. PGA. അതൊരു 3 carbon compound ആണ്. അതുകൊണ്ടാണ് അതിനെ C3 cycle എന്ന് പറയുന്നത്. ഇവിടെ വരുന്ന എൻസൈമിന്റെ പേരാണ് റുബിസ്കോ. ഇനി ഒരു സൈക്കിളില് എത്ര ATP യൂസ് ചെയ്യുന്നുണ്ട്? വേഗം പറഞ്ഞേ. ഒരു ഹോൾ സൈക്കിളിൽ എത്ര ATP വേണം? വേഗം പറ. അത് ഹോൾ സൈക്കിളിൽ എത്ര ATP വേണം എന്ന് പറഞ്ഞേ. ഇവിടെ ഒരു ATP യൂസ് ചെയ്യുന്നുണ്ട്. ഇവിടെ റീജനറേഷന് വേണ്ടി ഒരു ATP വേണം. റിഡക്ഷന് വേണ്ടിയിട്ട് ഒരു ഫോസ്ഫോഗ്ലിസറേറ്റിന് 2 ATP വേണം. ഇവിടെ 2 ഫോസ്ഫോഗ്ലിസറേറ്റ് ഉണ്ടാകുന്നില്ലേ? ഇല്ലേ? അപ്പൊ ഇവിടെ എത്ര ATP വേണ്ടി വരും റിഡക്ഷൻ സ്റ്റെപ്പില്? ഇവിടെ ഒരു ATP, റീജനറേഷൻ സ്റ്റെപ്പില് ഒരു ATP, റിഡക്ഷൻ സ്റ്റെപ്പില് ഒരു ഫോസ്ഫോഗ്ലിസറേറ്റിനാണ് ഒരു ATP. അപ്പൊ 2 ഫോസ്ഫോഗ്ലിസറേറ്റിന് എത്ര ATP വേണ്ടി വരും? 2. അപ്പൊ ടോട്ടൽ കാൽവിൻ സൈക്കിളില് എത്ര ATP യൂസ് ചെയ്യുന്നുണ്ട്? 3 അല്ലേ? ഓക്കെ. എത്ര NADPH യൂസ് ചെയ്യുന്നുണ്ട്? എത്ര NADPH യൂസ് ചെയ്യുന്നുണ്ട്? ഒരു ഫോസ്ഫോഗ്ലിസറേറ്റിന് ഒരു NADPH. അപ്പൊ 2 ഫോസ്ഫോഗ്ലിസറേറ്റിന് 2. അപ്പൊ 2 NADPH ഉം 3 ATP വേണം. ശരിയല്ലേ? ഓക്കെ. അപ്പൊ ഓരോ കാർബൺ ഡൈ ഓക്സൈഡ് ഫിക്സ് ചെയ്യുമ്പോഴും ഒരു സൈക്കിളിലേക്ക് ഒരു കാർബൺ ഡൈ ഓക്സൈഡിനെയാണ് എടുക്കുന്നത് കേട്ടോ. ഒരു സൈക്കിളിലോട്ട് ഒരു കാർബൺ ഡൈ ഓക്സൈഡിനെയാണ് എടുക്കുന്നത്. അപ്പൊ ഒരു കാർബൺ ഡൈ ഓക്സൈഡിനെ ഫിക്സ് ചെയ്യാൻ വേണ്ടി 3 ATPയും 2 NADPH വേണം. ശരിയാണോ? ശരിയാണോ? ഒരു കാർബൺ ഡൈ ഓക്സൈഡിനെ ഫിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ATPയും അല്ല സോറി 3 ATPയും 2 NADPH അല്ലേ? ഓക്കെ. കാർബൺ ഡൈ ഓക്സൈഡിൽ എത്ര കാർബണാ? ഒരു കാർബൺ അല്ലേ? ഉണ്ടാകാൻ പോകുന്ന ഗ്ലൂക്കോസിൽ എത്ര കാർബണാ? 6. ഓക്കെ. അങ്ങനെ അപ്പൊ എത്ര കാർബൺ ഡൈ ഓക്സൈഡിനെ ഫിക്സ് ചെയ്യേണ്ടി വരും? 5 ആണോ? 6 അല്ലേ വേണ്ടേ? അങ്ങനെ 6 കാർബൺ ഡൈ ഓക്സൈഡ് വേണ്ടേ? മനസ്സിലായോ? ആ. അപ്പൊ എത്ര കാൽവിൻ സൈക്കിൾ വേണം? ഞാൻ പറയാം. ഒരു കാൽവിൻ സൈക്കിളില് ഒരു കാർബൺ ഡൈ ഓക്സൈഡിനെ ഫിക്സ് ചെയ്യുന്നുള്ളൂ. 6. ക്ലിയർ ആയോ? ആ കണക്ക് ശരിയാവണം കേട്ടോ. ഞാൻ അങ്ങനെ കുറെ നമ്പർ നിങ്ങളോട് എങ്ങനെ അവർ ചോദിക്കാന്ന് അറിയില്ല. കഴിഞ്ഞ കൊല്ലം ചോദിച്ചത് ഹോൾ സെറ്റ് ഓഫ് റിയാക്ഷൻസിൽ എത്ര വേണമെന്നായിരുന്നു. ATP. ഞാൻ ഒന്നും കൂടി പറയാം, ശ്രദ്ധിച്ചു കേൾക്ക. ഒരു കാൽവിൻ സൈക്കിളില് ഒരു കാർബൺ ഡൈ ഓക്സൈഡിനെയാണ് എടുക്കുന്നത്. ആ സമയത്ത് 3 ATPയും 2 NADPHും വേണം. ഇത്രയൊക്കെ ആയോ? അതേപോലത്തെ 6 സൈക്കിൾ നടക്കണം. ഓക്കെ. അപ്പൊ ടോട്ടൽ എത്ര NADPH? ടോട്ടൽ എത്ര? ഇത് നോക്കിയേ. ഈ സൈക്കിൾ ഇത് നോക്കാം. 6 കാർബൺ ഡൈ ഓക്സൈഡിനെ എടുത്തു കഴിയുമ്പോഴാണ് നമുക്ക് ഒരു ഗ്ലൂക്കോസ് മോളിക്യൂളിനെ കിട്ടുക. ശരിയല്ലേ? ശരിയാണോ? ആ. അങ്ങനത്തെ അപ്പോ 6 കാർബൺ ഡൈ ഓക്സൈഡിനെ ഫിക്സ് ചെയ്യാൻ വേണ്ടി 6 ടേൺ ഓഫ് സൈക്കിൾ വേണം. 6 കാൽവിൻ സൈക്കിൾ നടക്കണം. കണ്ടോ? The fixation of 6 molecule of carbon dioxide requires 6 turns of cycle. ക്ലിയർ ആണോ? ഒരു സൈക്കിളിന് 3 ATPയും 2 NADPH ആണ്. അപ്പൊ 6 സൈക്കിളിന് എത്രയാ നോക്കി നോക്കിയേ. 6 into 3 18 ATP, 6 into 2 12 NADPH. കണക്ക് ശരിയായോ? ഇനി നിങ്ങളോട് അവര് റിഡക്ഷൻ സ്റ്റെപ്പ് എന്നോ റീജനറേഷൻ സ്റ്റെപ്പ് എന്നോ എടുത്തെടുത്ത് ചോദിക്കുവാണെങ്കിൽ നിങ്ങൾ അതിനനുസരിച്ച് ആൻസർ ചെയ്യേണ്ടി വരും. മനസ്സിലായോ? റിഡക്ഷൻ സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ ഇതാണ്. ഈ സ്റ്റെപ്പിൽ മാത്രമേ വരുന്നുള്ളൂ. റിഡക്ഷൻ എന്ന് പറയുമ്പോൾ ഈ സ്റ്റെപ്പ് ആണ്. റീജനറേഷൻ എന്ന് പറയുമ്പോൾ ഈ സ്റ്റെപ്പ് ആണ്. അവർ കൂടുതലും ചോദിച്ചു കയറുന്നത് ഹോൾ കാൽവിൻ സൈക്കിൾ ആണ്. ഓക്കെ. കഴിഞ്ഞ കൊല്ലത്തെ ക്വസ്റ്റ്യൻ ആയിരുന്നു. ഞാൻ കാണിച്ചു തരാം. സോറി, എഴുതിയിട്ടില്ല. എഴുതിയിട്ടുണ്ടോ ഞാൻ? ഓക്കെ. ഇതിന്റെ ആൻസർ പറഞ്ഞേ. ഹൗ മെനി കാർബൺ ഡൈ ഓക്സൈഡ്? ഞാൻ ഇന്നലെ ഇട്ടിരുന്ന ടെസ്റ്റ് സീരീസിൽ ഈ ക്വസ്റ്റ്യൻസ് ആണ്. അതിന്റെ തിരിച്ചു മറിച്ചുള്ള ഒരു വേർഷൻ ആണ് ഇട്ടിരുന്നത്. ഹൗ മെനി കാർബൺ ഡൈ ഓക്സൈഡ് ഫോർ 1 ഗ്ലൂക്കോസ്? ഞാൻ പറ. ആലോചിച്ചാൽ മതി. ഗ്ലൂക്കോസിൽ 6 കാർബണാ. കാർബൺ ഡൈ ഓക്സൈഡിൽ 1 കാർബണേ ഉള്ളൂ. അപ്പൊ അതുപോലത്തെ എത്ര എണ്ണം വെക്കണം? How many carbon dioxide do we need for 1 glucose molecule? Hello, come on. Glucose is 6 carbon. Carbon dioxide is just 1 carbon.
സോ എത്ര കാർബൺ വേണം? 6 കാർബൺ വേണേ. അപ്പൊ അത് 6 കാർബൺ ഡൈ ഓക്സൈഡ് വേണ്ടേ? വേണ്ടേ? Yes, ma'am. How many turns of Calvin cycle for one glucose molecule? 1. How many turns of Calvin cycle for one glucose molecule? ഒരു സൈക്കിളിൽ എത്ര കാർബൺ ഡൈ ഓക്സൈഡ്? 6. അപ്പൊ 6 അല്ലേ വരിക? നമ്പർ ഓഫ് ATP ഫോർ റിഡക്ഷൻ സ്റ്റെപ്പ് പെർ കാർബൺ ഡൈ ഓക്സൈഡ്. ശ്രദ്ധിച്ചു നോക്കുക, റിഡക്ഷൻ സ്റ്റെപ്പിനാണ് ചോദിച്ചിരിക്കുന്നത്. ഒരു കാർബൺ ഡൈ ഓക്സൈഡിനെ ഫിക്സ് ചെയ്യുമ്പോ ഒന്ന് ആൻസർ പറഞ്ഞേ. 1 വേണോ 2 വേണോ എന്ന് ആലോചിച്ച് നോക്കുക. ഞാൻ ആൻസർ പറഞ്ഞിരിക്കുന്നത് പെർ കാർബൺ ഡൈ ഓക്സൈഡ് ആണ്. പെർ കാർബൺ ഡൈ ഓക്സൈഡ് ആണ്. ഒരു കാർബൺ ഡൈ ഓക്സൈഡിനെ ഫിക്സ് ചെയ്യുമ്പോ എത്ര PGA മോളിക്യൂൾ ഉണ്ടാവും? ഒരു കാർബൺ ഡൈ ഓക്സൈഡിനെ ഫിക്സ് ചെയ്യുമ്പോ എത്ര കാർബൺ ഡൈ ഓക്സൈഡ്, എത്ര ഫോസ്ഫോഗ്ലിസറേറ്റ് ഉണ്ടാവും എന്നൊന്ന് പറഞ്ഞേ. 2 ഇല്ലേ? അപ്പൊ എത്ര ATP വേണ്ടി വരും? 2. ആൻസർ മനസ്സിലായോ? പ്രിൻസിപ്പിൾ മനസ്സിലായില്ലേ? നിങ്ങൾ ഇത് തിയറി നന്നായിട്ട് പഠിച്ചിട്ട് ഈ ആൻസർ ചെയ്യാൻ നോക്കിയാൽ മതി. അപ്പൊ നിങ്ങൾക്ക് കിട്ടും കേട്ടോ. ഞാൻ ക്വസ്റ്റ്യൻസ് പറഞ്ഞതാണ്. ഇത് പഠിച്ചു കഴിയുമ്പോ ഇത്രയും ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്യാൻ നിങ്ങൾക്ക് അറിയണം. നമ്പർ ഓഫ് ATP ഫോർ റീജനറേഷൻ, അതിന് വ്യത്യാസമില്ല. അത് 1 ആണ്. അതിന് വ്യത്യാസമില്ല. നിങ്ങൾക്ക് കൺഫ്യൂഷൻ വരാൻ പോകുന്നത് ഫോസ്ഫോഗ്ലിസറേറ്റിന്റെ സ്റ്റെപ്പിലാണ്. കാരണം അവിടെ 2 ഫോസ്ഫോഗ്ലിസറേറ്റ് ഉണ്ടാകുന്നുണ്ട്. സോ ക്വസ്റ്റ്യൻ നോക്കി ആൻസർ ചെയ്യാം. നമ്പർ ഓഫ് ATP പെർ കാർബൺ ഡൈ ഓക്സൈഡ്. ഒരു കാർബൺ ഡൈ ഓക്സൈഡിനെ ഫിക്സ് ചെയ്യാൻ കംപ്ലീറ്റ് എത്ര വേണമെന്ന്? എത്ര വേണം? 3. എക്സാക്ട്ലി. ക്ലിയർ? മനസ്സിലായല്ലോ? നമ്പർ ഓഫ് ATP പെർ ഗ്ലൂക്കോസ്. അപ്പൊ ആൻസർ മാറി. പെർ ഗ്ലൂക്കോസ് ആണ്. അപ്പൊ ആലോചിക്കാം, ഒരു ഗ്ലൂക്കോസ് ഉണ്ടാക്കാൻ 6 കാർബൺ ഡൈ ഓക്സൈഡ് വേണം. അപ്പൊ 6 സൈക്കിൾ വേണം. അപ്പൊ എത്ര വേണം? 18. ക്ലിയർ ആയോ? ഇതേപോലെ തന്നെ NADPH ചോദിക്കുമ്പോ അതിന് ആൻസർ ചെയ്യാം. ഓക്കെ ആണോ? ഇതിന്റെ ആൻസർ വേഗം പറഞ്ഞേ. പ്രൈമറി കാർബൺ ഡൈ ഓക്സൈഡ് ആക്സെപ്റ്റർ ഇൻ C3. പ്രൈമറി കാർബൺ ഡൈ ഓക്സൈഡ് ആക്സെപ്റ്റർ ഇൻ C3. ഓക്കെ, ഇപ്പൊ അറിഞ്ഞില്ലെങ്കിൽ തന്നെ നിങ്ങൾ അറിയേണ്ട കാര്യങ്ങൾ ഇത്രയൊക്കെയാണ് കേട്ടോ. RUBP എന്ന് പറയുന്ന ആള് ഒരു 5 കാർബൺ കോമ്പൗണ്ട് ആണ്. ഇദ്ദേഹമാണ് C3 സൈക്കിളിലെ പ്രൈമറി കാർബൺ ഡൈ ഓക്സൈഡ് ആക്സെപ്റ്റർ. ആദ്യം ഉണ്ടാകുന്ന പ്രൊഡക്റ്റ് ഏതാണ്? PGA, ഫോസ്ഫോഗ്ലിസറേറ്റ്. അതിൽ എത്ര കാർബൺ ഉണ്ട്? 3 കാർബൺ ഉണ്ട്. അതുകൊണ്ടാണ് അതിന് C3 സൈക്കിൾ എന്ന് പറയുന്നത്. ആദ്യത്തെ കാർബൺ ഡൈ ഓക്സൈഡ് ഫിക്സേഷൻ നടക്കുന്നത് മീസോഫിൽ സെൽസിലാണ്. അത് ഞാൻ പറഞ്ഞുതരാം കേട്ടോ. കാൽവിൻ സൈക്കിൾ നടക്കുന്നത് എവിടെയാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മീസോഫിൽ സെൽസിൽ തന്നെയാണ്. ഓക്കെ, നാളെ നമ്മൾ പഠിച്ചു കഴിയുമ്പോൾ ഈ ഒരു ചാർട്ട് നിങ്ങൾക്ക് എഴുതാൻ പറ്റുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ബയോസിന്തറ്റിക് ഫേസ് നിങ്ങൾക്ക് ക്ലിയർ ആണ്. ഓക്കെ, ഇനി നാളത്തേക്ക് ഞാനൊരു ഹോംവർക്ക് പറയട്ടെ. ഈ C4 പാത്വേ ഒന്ന് പഠിച്ചിട്ട് വരണേ. C4 പാത്വേ പഠിച്ചിട്ട് വരണം. പഠിച്ചിട്ട് വരാൻ പറയാൻ കാരണം C3 സൈക്കിളും പഠിക്കണം, അത് വേറെ കാര്യം. C3യും C4ഉം കൂടി നമുക്ക് കമ്പയർ ചെയ്ത് പോകണം. അതിനുശേഷം എനിക്ക് അടുത്ത ചാപ്റ്റർ എടുക്കണം. അപ്പൊ ഞാൻ അതും നിങ്ങൾക്ക് പുതിയത്, ഇതും പുതിയതാണെങ്കിൽ നിങ്ങൾക്ക് ഭയങ്കര കൺഫ്യൂസിങ് ആയിരിക്കും. നോക്കിയിട്ട് വരൂ. അടുത്ത ദിവസം എനിക്ക് റെസ്പിറേഷൻ എടുക്കാനുള്ളതാണ്. സോ ഇത് പെട്ടെന്ന് തീർക്കണം. അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പൊ വായിച്ചിട്ട് പഠിച്ചിട്ട് വരാം. ഞാൻ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് എഴുതാൻ പറ്റുന്നതാണെങ്കിൽ നിങ്ങൾക്ക് ഓക്കെയാണ്. നിങ്ങൾ പഠിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഏതാണെന്നറിയോ? C4 സൈക്കിൾ പഠിക്കുമ്പോൾ അതിലെ പ്രൈമറി ആക്സെപ്റ്റർ ഏതാണ്? ഫസ്റ്റ് ഫോം ചെയ്യുന്ന പ്രൊഡക്റ്റ് ഏതാണ്? കാർബൺ ഡൈ ഓക്സൈഡ് ഫിക്സേഷൻ നടക്കുന്നത് എവിടെയാണ്? കാൽവിൻ സൈക്കിൾ നടക്കുന്നത് എവിടെയാണ്? ഇത്രയും കാര്യങ്ങൾ ഓക്കെ ആണോ? ഓക്കെ, നാളെ എടുക്കാം കേട്ടോ. ബാക്കി റെസ്പിറേഷൻ ആയിരിക്കും നാളെ എടുക്കാം. പഠിക്കാം, എന്നാലേ നിങ്ങൾക്ക് കിട്ടുള്ളൂ. അല്ലാണ്ട് ഇത് ബുദ്ധിമുട്ടാണെന്ന് വിചാരിച്ചിരിക്കരുത്. ATP ആണ് അവർ ചോദിക്കാൻ പോകുന്നത് നിങ്ങളോട്. താങ്ക് യു.